بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يوم تقلب وجوههم في النار يقولون يا ليتنا أطعنا الله وأطعنا الرسولا وقالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيلا ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا. النفس تبكي على الدنيا وقد علمت إن السلامة فيها ترك ما فيها لا دار للمرء بعد الموت يسكنها إلا التي كان قبل الموت بانيها فإن بناها بخير طاب مسكنها وإن بناها بشر خاب بانيها. أموالنا لذوي الميراث نجمعها ودورنا لخراب الدهر نبنيها. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ കർണാടകയിലെ കുടക് ജില്ലയിൽപ്പെട്ട സുണ്ടിക്കൊപ്പ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള കുടകിലെ സലഫി മഹാസമ്മേളനമാണ്. അതിൻ്റെ സമാപന സംസാരമാണ് നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ വിജ്ഞാനവേദിയിൽ വന്നു ചേർന്നിട്ടുള്ള
എല്ലാ സഹോദരീ സഹോദരങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ശബ്ദം ദൂരെ ദിക്കുകളിൽ നിന്നും അതുപോലെ തന്നെ ഈ കുടകിന്റെ വിവിധ സ്ഥലങ്ങളിൽ വീടുകളിൽ ഇരുന്നു കൊണ്ടുമൊക്കെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളെയും പ്രപഞ്ചത്തിൻ്റെ നാഥനായ അല്ലാഹു എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വളരെയേറെ തെറ്റിദ്ധാരണകൾക്ക് വിധേയമായ ഒരു മഹത്തായ ആദർശ പ്രസ്ഥാനമാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെ ലോകത്തിൻ്റെ മുമ്പിൽ വിവിധ രൂപത്തിലുള്ള ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ജനങ്ങളെ തടയാനും അകറ്റുവാനുമൊക്കെയുള്ള പല രൂപത്തിലുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഇസ്ലാമിനെ ശരിയായ നിലക്ക് സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന സലഫി പ്രസ്ഥാനം, സലഫികൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ പല രൂപത്തിലുള്ള തെറ്റിദ്ധാരണകൾ പല ആളുകളുടെയും മനസ്സുകളിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഈ പ്രസ്ഥാനത്തെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ പ്രസ്ഥാനം എന്താണെന്ന് അവർ കേട്ടത് ഈ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരിൽ നിന്നോ പ്രവർത്തകന്മാരിൽ നിന്നോ അല്ല, മറിച്ച് ഇതിനോട് വളരെ ശത്രുത വെച്ച് പുലർത്തുന്ന പല ആളുകളുടെയും സംസാരങ്ങളിൽ നിന്നും വഅള് പരിപാടികളിൽ നിന്നും പ്രഭാഷണങ്ങളിൽ നിന്നുമൊക്കെയാണ് അവർ കേട്ടത്. സലഫികൾ എന്ന് പറയുമ്പോൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്ന ദീനുൽ ഇസ്ലാമിനെ മാറ്റിമറിച്ച പുത്തൻവാദികളാണ്. അവർ ഈ ലോകത്തിന്റെ മുമ്പിൽ പറയുന്നത് പുതിയ ചില വാദങ്ങളാണ്. മഹാന്മാരായ പ്രവാചകന്മാരെ അഥവാ അമ്പിയാക്കളെ ആദരിക്കുവാനോ ബഹുമാനിക്കുവാനോ തയ്യാറാകാത്ത വിഭാഗമാണെന്ന് മാത്രമല്ല, സർവ അമ്പിയാക്കളെയും മഹത്തുക്കളായ ഔലിയാക്കളെയുമൊക്കെ ചീത്ത പറയുകയും തെറി പറയുകയും അവരെ അംഗീകരിക്കുകയും ചെയ്യാത്തൊരു വിഭാഗമാണ് സലഫികൾ എന്ന് ഒരു വിഭാഗം പല ആളുകളോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മഹാനായ അന്ത്യപ്രവാചകൻ അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഒരിക്കലും ബഹുമാനിക്കാത്ത വിഭാഗമാണെന്നും ഇവർക്ക് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവിനോട് പുച്ഛമാണെന്നും ആ നേതാവിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തു ചൊല്ലാത്തവരാണെന്നും ആ നേതാവിനെ സ്നേഹിക്കാത്തവരാണെന്നും ബഹുമാനിക്കാത്തവരാണെന്നും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ സ്വലാത്തു ചൊല്ലാൻ പാടില്ലെന്ന് പറയുന്ന കമ്പനിയാണെന്നും അതുപോലെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും മുഅ്ജിസത്തുകളെയും കറാമത്തുകളെയും തള്ളിപ്പറയുന്ന വിഭാഗമാണെന്നും അതുപോലെ തന്നെ ധാരാളക്കണക്കിന് ആരോപണങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ നേരെ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ മരണപ്പെട്ടവർക്ക് വേണ്ടി യാതൊന്നും ചെയ്യാത്ത വിഭാഗമാണ്. അതുപോലെയുള്ള ഒരുപാട് ആരോപണങ്ങൾ, പറഞ്ഞാൽ തീരാത്തത്ര ആരോപണങ്ങൾ. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പേജുകൾ മുഴുവനും അതുപോലെ തന്നെ സ്റ്റേജുകൾ മുഴുവനും എഴുതിയും അതുപോലെ തന്നെ പ്രസംഗിച്ചും കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ബഹുമാന്യരായ മുഴുവൻ ശ്രോതാക്കളോടും, അവർ ഏത് മതക്കാരായാലും ഏതു വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും എല്ലാ സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ വാക്കുകൾ ശരിക്ക് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം, ആ ഇസ്ലാമിന് വിരുദ്ധമായി പുതിയതെന്താണ് നിങ്ങൾ പറയുന്നത്? പുതിയത് വല്ലതും സലഫികൾ ലോകത്തോട് പറയുന്നുണ്ടോ? അതോ മഹാന്മാരായ പ്രവാചകന്മാരിലൂടെ
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ സ്വഹാബത്തിന് ലഭിക്കുകയും ആ സ്വഹാബത്തിന്റെ ശേഷം താബിഈങ്ങൾക്ക് ലഭിക്കുകയും ശേഷം തബഉ താബിഈങ്ങൾക്ക് കരസ്ഥമാവുകയും ചെയ്ത അതേ ഇസ്ലാമാണോ ഇവിടെ പറയുന്നത്? അതോ വല്ല പുതിയ ആചാരങ്ങളും വിശ്വാസങ്ങളും സമ്പ്രദായങ്ങളും ഇതിലേക്ക് കടത്തിക്കൂട്ടിയ വിഭാഗമാണോ സലഫികൾ എന്ന് ഈ സംസാരം തീരുവോളം നിങ്ങളുടെ കണ്ണും കാതും കൽബും ഇങ്ങോട്ട് തന്നുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ എന്നാണ് വളരെ വിനയത്തോടെ ആമുഖമായി എനിക്കെന്റെ ശ്രോതാക്കളോട് പറയാനുള്ളത്. ഒരു മുൻവിധി വെച്ചുകൊണ്ട് നിങ്ങൾ ഈ സംസാരം കേൾക്കരുത്. ഒരു മുൻവിധിയോടുകൂടി നിങ്ങൾ കേൾക്കാതെ എന്താണ് പറയാനുള്ളത്, എന്താണ് ഇസ്ലാം, ഇസ്ലാമിന്റെ ആശയങ്ങൾ എന്താണ്, അത് ശ്രദ്ധിച്ചു കേൾക്കുകയും സത്യമാണെന്ന് ബോധ്യപ്പെട്ടുവെങ്കിൽ അംഗീകരിക്കാം, അതല്ലെങ്കിൽ തള്ളിക്കളയാം. രണ്ടിനും സ്വാതന്ത്ര്യമുള്ള മണ്ണാണ് ഈ ദുനിയാവ്. രണ്ടിനും മനുഷ്യന് സ്വാതന്ത്ര്യമുള്ള ലോകത്താ നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ആരെയും അടിച്ചേൽപ്പിക്കേണ്ടുന്ന പ്രശ്നമില്ല, എതിരാളിയെ തല്ലിച്ചതക്കേണ്ട പ്രശ്നമില്ല, എതിരാളിയെ കയ്യേറേണ്ടുന്ന പ്രശ്നമില്ല. തനിക്കിഷ്ടമില്ലാത്ത ആശയം പറയുന്നവരോട് എതിർപ്പ് പ്രകടിപ്പിക്കാം, പക്ഷേ അത് ആരോഗ്യപരമായ നിലക്കുള്ള രീതിയിലല്ലാതെ കയ്യേറ്റത്തിലൂടെയോ മറ്റേതെങ്കിലും ആയുധങ്ങളിലൂടെയോ അല്ലാതെ വളരെ സമാധാനപരമായി അതേ കാര്യങ്ങൾ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. മതത്തിലൊരു ബലാത്കാരത്തിന്റെ പ്രശ്നമില്ല. അള്ളാഹു അറിയിച്ചൊരു കാര്യമാണത്. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഈ ദീനിൽ ഒരു നിർബന്ധിപ്പിക്കലിന്റെ പ്രശ്നമില്ല. ഇസ്ലാം എന്താണെന്ന് വളരെ കൃത്യമായി ലോകത്തിന്റെ മുമ്പിൽ പറയാം. അത് പറഞ്ഞിട്ട് ജനങ്ങൾ സമാധാനത്തോടെ കേൾക്കട്ടെ. അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ആരാണ് മഹാന്മാരായ ആ ഇസ്ലാമികമായ കാര്യങ്ങളെ കൃത്യമായി തന്നെ സമൂഹത്തോട് പറയുന്നതെങ്കിൽ അത് ജനങ്ങൾ വിലയിരുത്തട്ടെ, അവർ മനസ്സിലാക്കട്ടെ എന്ന ആമുഖം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. സഹോദരങ്ങളെ, ആരായി സലഫികൾ? എന്താണ് സലഫികൾ എന്ന് പറഞ്ഞാൽ? സലഫ് എന്ന് പറയുന്ന അറബിയിലുള്ള പദം ആരെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? മുൻഗാമികൾ എന്നാണ് ആ പറയുന്നതിന്റെ ചുരുക്കം. എത്ര കൊല്ലം മുമ്പുള്ള മുൻഗാമികളാണ് സലഫുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 100 കൊല്ലം മുമ്പാണോ? 500 കൊല്ലം മുമ്പാണോ? 900 കൊല്ലം മുമ്പാണോ? അതോ അതിനുള്ള പരിധി എന്താണ്? സലഫുകൾ എന്ന് പറയുമ്പോൾ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നാം ജീവനേക്കാൾ സ്നേഹിക്കാൻ കടപ്പെട്ടവരായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് നേരിട്ട് ശബ്ദം കേട്ട് ഇസ്ലാം പഠിക്കാനും മനസ്സിലാക്കാനും മഹാഭാഗ്യം കിട്ടിയിട്ടുള്ള സ്വഹാബത്ത്, ആ സ്വഹാബാക്കളെ കണ്ടവരായ അടുത്ത തലമുറയായ താബിഈങ്ങൾ, ഇങ്ങനെ അവരെ കണ്ടവരായ തബഉ താബിഈങ്ങൾ, ഇങ്ങനെ ഉത്തമ നൂറ്റാണ്ടുകളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ ആദ്യത്തെ 3 തലമുറയിൽപ്പെടുന്ന മഹാരഥന്മാരായ ആളുകളാണ് സലഫുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സ്വഹാബത്തും ഒക്കെ ജീവിച്ച വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും നടപടിക്രമങ്ങളിലും മുറുകെ പിടിച്ചു നിന്നുകൊണ്ട് പുതിയതൊന്നും ഈ സമുദായത്തിലേക്ക് കൊണ്ടുവരാതെ എന്താണോ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതെങ്കിൽ, അത് സ്വഹാബത്ത് എങ്ങനെയാണ് മനസ്സിലാക്കിയതെങ്കിൽ, ആ സ്വഹാബത്ത് എങ്ങനെയാണ് വിശ്വസിച്ചതെങ്കിൽ, ആ സ്വഹാബത്ത് എങ്ങനെയാണ് ആചരിച്ചതെങ്കിൽ, അതേ നടപടിക്രമത്തെ ഇന്നും മുറതെറ്റാതെ പിന്തുടരുന്ന വിഭാഗം ആളുകളാണ്. അതല്ലെങ്കിൽ ആ ആശയത്തിലേക്ക് ജനങ്ങളെ നിങ്ങൾ മടങ്ങിപ്പോകണം എന്ന് സ്നേഹത്തോടെ ഉപദേശിക്കുന്ന വിഭാഗമാണ് സലഫികൾ എന്നറിയപ്പെടുന്ന ഈ പരിപാടി സംഘടിപ്പിച്ചവരായ കുടക് പ്രദേശത്തുള്ള, അതല്ലെങ്കിൽ ലോകത്തിന്റെ ഏതു ഭാഗത്തുള്ളവരാണെങ്കിലും സലഫികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മഹാരഥന്മാരായ മഹത്തുക്കളുടെ ആശയങ്ങളിലേക്ക്, അവര് പഠിപ്പിച്ച തത്വങ്ങളിലേക്ക് മടങ്ങാൻ വേണ്ടി സമൂഹത്തോട് പറയുന്ന ഈ ഭാഗമെന്ന് മാത്രമാണ്. ഇനി നിങ്ങൾ ചില കാര്യങ്ങൾ ആലോചിക്കുക സഹോദരങ്ങളെ. ഇവിടെ ആരാണ് പുതിയ വല്ല ആശയങ്ങളും നമ്മൾ പറഞ്ഞു?
പ്രവാചകനും സഹാബത്തും മനസ്സിലാക്കിയിട്ടില്ലാത്ത വല്ല പുതിയ ആചാരങ്ങളും സമ്പ്രദായങ്ങളും വല്ല പുത്തൻ വിശ്വാസങ്ങളും ഇവിടെ കൊണ്ടുവന്നുവോ? നമ്മൾ അല്ലാഹുവിൽ വിശ്വസിക്കണം, അതുപോലെ തന്നെ മലക്കുകളിൽ വിശ്വസിക്കണം, വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും അന്ത്യനാളിലും ഖദാ ഖദറിലും നമ്മൾ വിശ്വസിക്കണം. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ 5 കാര്യങ്ങൾ ഷഹാദത്ത് കലിമ, അതുപോലെ 5 നേരത്തെ നിസ്കാരം, സാമ്പത്തിക ശേഷിയുള്ളവര് സക്കാത്ത് നൽകൽ, അതുപോലെ തന്നെ റമദാനിൽ 1 മാസം നിർബന്ധമായും വ്രതമനുഷ്ഠിക്കൽ, ശേഷിയുള്ളവർ ആയുസ്സിലൊരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യൽ തുടങ്ങിയ ഇസ്ലാമിന്റെ കാര്യങ്ങൾ, പിന്നെയും എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെയും നമ്മൾ എങ്ങനെ ഗ്രഹിക്കണം, എങ്ങനെ മനസ്സിലാക്കണം, ഏത് രീതിയിൽ നമ്മളത് ഉൾക്കൊള്ളണം, അതിനാവശ്യമായ നിലക്കുള്ള കൃത്യമായ ഉത്ബോധനങ്ങൾ അതാണ് ഈ സമുദായത്തിന് ലഭിക്കേണ്ടത്. അതാണ് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ സമൂഹത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു പരമപ്രധാനമായ കാര്യം, ഒരു വിഭാഗം ആളുകൾ അഥവാ ഇസ്ലാം പറയുന്നു മനുഷ്യരോട്, മനുഷ്യരെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് സൃഷ്ടാവായ റബ്ബിനെ മാത്രമാണ്, റബ്ബിനോടാ മാത്രമാണ്. സൃഷ്ടികളോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല. ഏകനായ നാഥൻ, ആ പ്രപഞ്ചത്തിന്റെ ഒന്നേ ഒരു നാഥനേയുള്ളൂ. ആ നാഥനോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ആ റബ്ബിനോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ആ റബ്ബ് മാത്രമാണ് പടച്ചവൻ അഥവാ ഖാലിഖ്. ആ റബ്ബ് മാത്രമാണ് സൃഷ്ടാവ്. ആ റബ്ബല്ലാത്ത മുഴുവനും മഖ്ലൂഖുകളാണ് അഥവാ സൃഷ്ടികളാണ്. സൃഷ്ടികൾക്ക് തേടാൻ ഒരൊറ്റ ശക്തിയേയുള്ളൂ, അത് സൃഷ്ടാവായ റബ്ബുൽ ആലമീൻ, അവൻ മാത്രമാണ്. ഇസ്ലാമിന് വളരെ കൃത്യമായും പ്രധാനമായും പ്രാധാന്യത്തോടുകൂടെ ജനങ്ങളോട് പറയാനുള്ളത് ഇതാണ്. പരിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങൾ, ആ 114 അധ്യായങ്ങളിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറ, വിശുദ്ധ ഖുർആനിന്റെ കോപ്പി ഇങ്ങനെ മറിച്ചു നോക്കിയാൽ ആദ്യം തന്നെ 1-2 പേജുകൾ ഇങ്ങനെ മറിച്ചു വരുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു വചനമാണ് യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഓ മനുഷ്യരെ, മനുഷ്യരെ എന്നാണ് അല്ലാഹു വിളിക്കുന്നത്. ശരിക്ക് ശ്രദ്ധിക്കണം. ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരികളും സഹോദരന്മാരും ആലോചിക്കണം. വിശുദ്ധ ഖുർആൻ തുറന്നു നോക്കിയാൽ കാണുന്ന ഒന്നാമത്തെ വിളിയാണ്. ആ ഒന്നാമത്തെ വിളി തന്നെ ആരെയാ വിളിക്കുന്നത്? ഓ അറബികളെ എന്നാണോ? ഓ മുസ്ലിമീങ്ങളെ എന്നാണോ? ഓ വിശ്വാസികളെ എന്നാണോ? അല്ല, ഒരിക്കലുമല്ല. മനുഷ്യരെ, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, സർവ മനുഷ്യരോടും പറയുകയാണ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ യജമാനനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുവീൻ. അവൻ നിങ്ങളെ സൃഷ്ടിച്ചവനാണ്, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ചവനാണ്, ഈ പ്രപഞ്ചത്തെ മുഴുവനും സംവിധാനിച്ചവനാണ്, ഭൂമിയെ സംവിധാനിച്ചവനാണ്, ആകാശത്തെ സംവിധാനിച്ചവനാണ്, മഴ തരുന്നവനാണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും എല്ലാ അർത്ഥത്തിലും അവൻ മാത്രമാണ് എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന സൃഷ്ടാവ്. അതിൽ മറ്റൊരാൾക്കും പങ്കില്ല. മറ്റൊരാളും ഈ പ്രപഞ്ചത്തിൽ ഒന്നിനെയും പടച്ചിട്ടില്ല. ഇവിടെ കാണുന്നത് മുഴുവനും പടപ്പുകളാണ്. പടച്ചവൻ ഏകനേയുള്ളൂ, സൃഷ്ടാവ് ഒന്നേയുള്ളൂ. അതേത് മതക്കാരനും അംഗീകരിക്കാം. ലോകത്തുള്ള ഹൈന്ദവർക്ക് അംഗീകരിക്കാം, ക്രിസ്ത്യാനികൾക്ക് അംഗീകരിക്കാം, ബുദ്ധമതക്കാർക്ക് അംഗീകരിക്കാം, ജൈനമതക്കാർക്ക് അംഗീകരിക്കാം, അതുപോലെ ഏതൊരു മതക്കാർക്കും അംഗീകരിക്കാം. അവരെല്ലാവരും തലകുലുക്കി സമ്മതിക്കുന്ന ഒരു സത്യമുണ്ട്. ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവായി ഒരു ശക്തി മാത്രമേയുള്ളൂ. ആ ശക്തിക്ക് മാത്രമേ ആരാധന കൊടുക്കാവൂ എന്നാണ് ഈ മഹത്തായ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ 2-ാമത്തെ അധ്യായത്തിൽ. ഈ ഗ്രന്ഥം തുറന്നു നോക്കിയാൽ ആദ്യം തന്നെ കാണുന്ന അഭിസംബോധന യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ. സർവ മനുഷ്യരോടുമാണ് ആ പറയുന്നത്. എല്ലാ മനുഷ്യർക്കും ഉൾക്കൊള്ളാവുന്ന തത്വമാ പറഞ്ഞത്. ഏകനായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കണം. എന്തുകൊണ്ട് എന്ന ഒരു ചോദ്യം സ്വാഭാവികമാണ്.
എന്തുകൊണ്ട് മറ്റാരെയും പൂജിച്ചുകൂടാ? എന്തുകൊണ്ട് മറ്റാരോടും വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ? എന്തുകൊണ്ട് മറ്റാരുടെ മുമ്പിലും നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചുകൂടാ? എന്തുകൊണ്ട് മറ്റൊരാളുടെ മുമ്പിലും സാഷ്ടാംഗം നമിച്ചുകൂടാ? നമിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഏകനായ ഒരൊറ്റ ശക്തിയിലാണെങ്കിൽ എന്താണ് കാരണം? അതിന് അല്ലാഹു പറയുന്ന കാരണമാണ്, നിങ്ങളെ പടച്ചവൻ അവനല്ലയോ? നിങ്ങളുടെ മുൻഗാമികളെ പടച്ചവനും അവനല്ലയോ? ആകാശത്തെ സംവിധാനിച്ചവൻ അവനല്ലയോ? ഭൂമിയെ സംവിധാനിച്ചവൻ അവനല്ലയോ? മഴ വർഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നവൻ അവനല്ലയോ? ഇതിലൊക്കെ മറ്റാർക്കെങ്കിലും വല്ല പങ്കുമുണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? ലോകത്ത് എല്ലാവരും പരാജയപ്പെടുന്ന ഒരു ചോദ്യമാണത്. ഈ പ്രപഞ്ചത്തിലുള്ള ഏതെങ്കിലും ഒരു പുൽക്കൊടിയെപ്പോലും, ഒരു മണൽത്തരിയെപ്പോലും, ഏതെങ്കിലും ഒരു ജീവജാലത്തിന്റെ ബോഡിയിലുള്ള ഒരു രോമകൂപത്തെപ്പോലും, അതല്ലെങ്കിൽ നമ്മുടെ ശരീരമാകുന്ന ഈ അത്ഭുത പ്രതിഭാസമാകുന്ന ശരീരമെന്ന ഈ വലിയ പ്രതിഭാസത്തിലെ ഏതെങ്കിലും ഒരു പാർട്ട് പോലും അല്ലാഹു അല്ലാത്ത, അതല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ നാഥനല്ലാത്ത മറ്റേതെങ്കിലും ഒരു ശക്തിയാണ് പടച്ചതെന്ന് ലോകത്ത് ഏതെങ്കിലും ആളുകൾക്കെന്ന് പറയാൻ കഴിയുമോ? ഇല്ല. ഒരാൾക്കും ആ വാദമില്ല. എങ്കിൽ എല്ലാവർക്കും അംഗീകരിക്കാവുന്ന പരമമായ സത്യം, ആ സത്യത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ ക്ഷണിക്കുന്നത്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നതും മുസ്ലിമീങ്ങളുടെ മതഗ്രന്ഥമല്ല, അത് സർവ്വ മനുഷ്യർക്കുമുള്ളതാണ്. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകനോ മുസ്ലിമീങ്ങളിലേക്ക് മാത്രം അയക്കപ്പെട്ട പ്രവാചകനല്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവലോകർക്കും കാരുണ്യമായി കൊണ്ടല്ലാതെ അങ്ങയെ നാം അയച്ചിട്ടില്ല നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരിലേക്കുമുള്ള നബിയാണ്. വിശുദ്ധ ഖുർആൻ സർവ മനുഷ്യർക്കും സന്മാർഗം പഠിക്കാനുള്ള ഗ്രന്ഥമാണ്. അല്ലാഹുവോ മുസ്ലിമീങ്ങളുടെ കുലദൈവമല്ല, ഏതെങ്കിലും ഒരു തറവാട്ടിലെ ദൈവമല്ല, മറിച്ച് റബ്ബുൽ ആലമീൻ, സർവലോകരുടെയും പരിപാലകനായ യജമാനനായ റബ്ബാണ്. അവൻ പരമകാരുണികനായ റഹ്മാനാണ്, റഹീമാണ്. അവനെല്ലാം കേൾക്കുന്നവനാണ്, അവനെല്ലാം കാണുന്ന ബസീറാണ്, അവനെല്ലാം അറിയുന്ന അലീമാണ്, അവനെല്ലാത്തിനും കഴിവുള്ള ഖദീറാണ്. അവൻ മാത്രമാണ് ഖാലിഖ്, അവൻ മാത്രമാണ് പടച്ചവൻ. മറ്റുള്ളതൊക്കെ ഇവിടെയുള്ള പടപ്പുകളാണ്. അതുകൊണ്ട് പടപ്പുകൾ ആരോട് തേടണം? പടച്ചവനോട് മാത്രം. തന്നെ പോലെയുള്ള പടപ്പുകളോട് തേടിക്കൂടാ. കാരണം ആ പടപ്പുകളും മരിക്കുന്നവരാണ്, ആ പടപ്പുകളും മയക്കമുള്ളവരാണ്, ആ പടപ്പുകളും ഉറങ്ങുന്നവരാണ്. അതേ അവസരത്തിൽ ഒരു കാലഘട്ടത്തിലും ഒരുപോലെ കണ്ണടക്കാതെ, അല്പം പോലും ഒന്ന് തൂങ്ങി ഉറങ്ങുക പോലും ചെയ്യാതെ, ക്ഷീണം ഒരിക്കൽ പോലും അനുഭവപ്പെടാതെ അണ്ടക്കടാഹങ്ങളുടെ മുഴുവനും പ്രപഞ്ചത്തെ മുഴുവനും പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നാഥൻ, അവന് ഉറക്കമില്ല, അവന് മയക്കമില്ല, അവന് ക്ഷീണമില്ല, അവന് തളർച്ചയില്ല, അവന്റെ ശ്രദ്ധ മാറുകയില്ല, അവൻ മരിക്കില്ല. വിശുദ്ധ ഖുർആൻ ഈ ഗ്രന്ഥത്തിന്റെ 2-ാമത്തെ അധ്യായമായ അതേ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു അവനെ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. അല്ലാഹു അവൻ മാത്രമാണ് ആരാധ്യൻ, അവൻ മാത്രമാണ് ജനങ്ങളെ ആരാധന കൊടുക്കപ്പെടേണ്ടവൻ. സർവ പ്രാർത്ഥനകളും ആ അല്ലാഹുവിലേക്ക് തിരിക്കൂ, സർവ നേർച്ച വഴിപാടുകളും ആ റബ്ബിന് മാത്രം കൊടുക്കൂ, സർവ സുജൂദുകളും അവന്റെ മുമ്പിൽ മാത്രം നടത്തൂ. സർവരും സത്യം ചെയ്യുന്നുണ്ടെങ്കിൽ റബ്ബിന്റെ പേരിൽ മാത്രം സത്യം ചെയ്യൂ. സർവരും അറവ് നടത്തുന്നുണ്ടെങ്കിൽ, ബലി നടത്തുന്നുണ്ടെങ്കിൽ ആ ബലികൾ മുഴുവനും ആ സ്രഷ്ടാവിന്റെ മാത്രം പ്രീതിക്ക് വേണ്ടി നിർവഹിക്കൂ. ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ സഹായം തേടേണ്ടത് ആത്യന്തികമായി നിങ്ങളെ ഏത് കാലത്തും സംരക്ഷിക്കാൻ കഴിവുള്ള യോഗ്യതയുള്ള റബ്ബിനോട് മാത്രമേ ആകാവൂ എന്ന് വിശുദ്ധ ഖുർആൻ
ഖുർആൻ പറയുന്നു. കാരണം അവനാണ് അൽ ഹയ്യു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. മറ്റുള്ളവരൊക്കെ മരിക്കുന്നവരാണ്, മറ്റുള്ളതെല്ലാം നശിക്കേണ്ടതാണ്. ഭൂമി തന്നെയും നശിക്കും, ആകാശം നശിക്കും, ഗോളങ്ങൾ മുഴുവനും നശിക്കും, സമുദ്രങ്ങളൊക്കെ കത്തിക്കപ്പെടും. അതുപോലെ തന്നെ ഇവിടെയുള്ള സസ്യലതാദികളും പർവ്വതങ്ങളുമെല്ലാം തകർന്നു പോകും. ഭൂമിയിലുള്ള ആകാശത്തിലുള്ള സർവ്വജീവജാലങ്ങളും നശിച്ചു പോകും. ബാക്കിയാകുന്നവൻ ഏകനായ സൃഷ്ടാവ്, പ്രപഞ്ചത്തിന്റെ നാഥൻ അല്ലാഹു റബ്ബുൽ ആലമീൻ. അവൻ മാത്രമാണ്. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അവൻ എല്ലാവരെയും അറിയുന്നവനാണ്. ആരെയും അവന്റെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതില്ല, ആരെയും അവന് അറിവില്ലാത്തതില്ല. ഈ ലോകത്ത് കോടാനുകോടി മനുഷ്യരും ജിന്നുവർഗങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും, എത്ര തന്നെ സൃഷ്ടികൾ ഈ ലോകത്തുണ്ടെങ്കിലും, ആരൊക്കെ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ആ സൃഷ്ടാവായ റബ്ബിനോട് ഒരേ സമയത്ത് 100 ആവശ്യങ്ങൾക്ക് വേണ്ടി തേടിയാലും അതൊക്കെയും വേറെ വേറെ കേട്ട് ഉത്തരം ചെയ്യാൻ കഴിവുള്ള ശക്തി പ്രപഞ്ചത്തിൽ ഒന്നേയുള്ളൂ. അതാണ് സർവത്തിന്റെയും സൃഷ്ടാവ് അല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ. ഇത്ര ലളിതമായ സത്യത്തിൽ എന്തിനാ നമ്മൾ തർക്കിക്കുന്നത്? എന്തിനാ ഇതിന്റെ പേരിൽ ഗ്രൂപ്പ് തിരിയുന്നത്? എന്തിനാ ഇതിന്റെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം നടത്തുന്നത്? എത്ര സമാധാനപരമായിട്ട് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന പൊതു തത്വവും സത്യവുമാണ് പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹു ലോകത്തോട് പറഞ്ഞിട്ടുള്ളത്. ആ അല്ലാഹു റബ്ബുൽ ആലമീൻ അവന് ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, അവനൊരു മയക്കമോ ഉറക്കമോ ബാധിക്കുകയില്ല. ആകാശഭൂമികളിലുള്ളത് മുഴുവനും അവന്റേതാണ്. എല്ലാവരെക്കുറിച്ചും അവന് കൃത്യമായ അറിവുണ്ട്. അവരെക്കുറിച്ച് എല്ലാ ഭാവിയെക്കുറിച്ചും ഭൂതകാലത്തെക്കുറിച്ചും വർത്തമാനകാലത്തെക്കുറിച്ചും എല്ലാം അറിയുന്ന നാഥൻ. ആ നാഥനാണ് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവൻ. ലോകത്ത് ഒരു സൃഷ്ടിക്കും നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ലഹു ദഅവത്തുൽ ഹഖ് വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബുഹും ബിശൈഇൻ ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാഇ ലിയബ്ലുഗ ഫാഹു വമാ ഹുവ ബിബാലിഗിഹി വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ലഹു ദഅവത്തുൽ ഹഖ്, അല്ലാഹുവിനോടുള്ളത് മാത്രമാണ് സത്യമായ പ്രാർത്ഥന. മറ്റുള്ളവരോടുള്ള പ്രാർത്ഥന ശരിയല്ല. എന്താ കാരണം? മറ്റുള്ളവരോട് പ്രാർത്ഥിച്ചിട്ട് ഫലമില്ല സുഹൃത്തുക്കളെ. എന്താണ് കാരണം? അവർക്കതിന് കഴിയില്ല, നമ്മെ സഹായിക്കാനാവില്ല. അല്ലാഹു വളരെ കൃത്യമായി പറയുന്നു, അവന് പുറമെ ആരോടൊക്കെ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുവോ അവരാരും യാതൊരു ഉത്തരവും നൽകുന്നതല്ല. എന്നിട്ടതിനൊരു ഉപമയും ഉദാഹരണവും പറഞ്ഞു. വെള്ളം തന്റെ വായിൽ വന്നെത്താൻ വേണ്ടി തന്റെ ഇരു കൈകളും വെള്ളത്തിന്റെ നേരെ നീട്ടിപ്പിടിക്കുന്നവനെ പോലെ. ശരിക്കും മനസ്സിലാക്കണം എന്റെ ശ്രോതാക്കൾ, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് നിഷ്ഫലമാണെന്ന് പറയാൻ അല്ല പറയുന്ന ഉപമ നോക്കൂ. നമുക്ക് നല്ല ദാഹമുള്ള ഒരു സമയം, നമ്മൾ ആലോചിക്കുക, നല്ല ദാഹമുള്ള ഒരു സമയം, ഇഷ്ടം പോലെ തെളിനീരുള്ള ഒരു കിണറ്റിന്റെ സമീപത്ത് നമ്മളിങ്ങനെ പോയി നിൽക്കുകയാണ്. ആ കിണറിൽ നിന്ന് വെള്ളമെടുക്കാനുള്ള കപ്പിയും കയറും ബക്കറ്റും നമ്മുടെ കയ്യിലില്ല. മറിച്ച് ആ നിറഞ്ഞു നിൽക്കുന്ന കിണറിലേക്ക് ഇരു കൈകളും ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട് നമ്മൾ പറയുകയാണ്, വെള്ളം വെള്ളം വെള്ളം, വെള്ളം വരട്ടെ വെള്ളം വരട്ടെ എന്ന് പറഞ്ഞ് ദാഹിച്ച മനുഷ്യനിങ്ങനെ തെളിനീരിലേക്ക് കൈനീട്ടുകയാണ്. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, ആ വെള്ളം അവന്റെ വായിലേക്ക് എത്തുമോ? എത്തില്ലല്ലോ. ഇതുപോലെയാണ് അല്ലാഹുവല്ലാത്തവരോട് നിങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല, നിങ്ങൾക്കതുകൊണ്ട് ഫലമില്ല. അതുകൊണ്ട് ഏകനായ എല്ലാവരെയും സൃഷ്ടിച്ച ലോകത്തുള്ള ഹൈന്ദവരെയും ക്രൈസ്തവരെയും ബുദ്ധരെയും ജൈനരെയും മതമുള്ളവരെയും മതമില്ലാത്തവരെയും മുസ്ലിമീങ്ങളെയും അല്ലാത്തവരെയും സസ്യലതാദികളെയും പർവ്വതങ്ങളെയും കടലിനെയും താമരയെയും അതുപോലെ തന്നെ പൂക്കളെയും എല്ലാ രൂപത്തിൽ
ലോകത്തിലുള്ള സർവ്വ വസ്തുക്കളെയും ജീവജാലങ്ങളെയും പടച്ചവനായ സൃഷ്ടാവ്, ആ സൃഷ്ടാവിനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഫലമുള്ളൂ. അല്ലാത്ത പ്രാർത്ഥനകളൊക്കെ നിഷ്ഫലമാണ് ജനങ്ങളെ എന്ന് ലോകത്തിന്റെ മുമ്പിൽ പ്രപഞ്ചത്തിന്റെ നാഥൻ വളരെ യുക്തിയുക്തമായി തന്നെ തെളിയിക്കുന്നു, വളരെ കൃത്യമായി തന്നെ പറഞ്ഞു തരുന്നു. ഈ സത്യത്തിലേക്കാണ് സലഫികൾ ജനങ്ങളെ ക്ഷണിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ പ്രിയമുള്ളവരെ? അള്ളാഹുവിൽ നമ്മൾ പാർട്ട്ണർമാരെ സങ്കല്പിക്കരുത്. ഏകനായ റബ്ബിന് ഒരിക്കലും നമ്മൾ തുല്യരുണ്ടെന്ന് പറയരുത്. ഏകനായ റബ്ബിൽ നമ്മൾ പങ്കുചേർക്കരുത്. അത് ശിർക്കാണ്. ഇസ്ലാം ഒരിക്കലും അള്ള പൊറുക്കുകയില്ലെന്ന് പറഞ്ഞ മഹാപാതകമാണ്. മരണാനന്തരം ശാശ്വതമായ അഗ്നിയിൽ കടന്നെരിയാൻ തക്ക മഹാപാതകമാണ് ശിർക്ക്. എങ്ങനെയാണ് ശിർക്ക് വരിക? എന്റെ പ്രിയപ്പെട്ടവര് മനസ്സിലാക്കണം, എന്റെ പ്രിയപ്പെട്ടവര് ആലോചിക്കണം, ചിന്തിക്കണം. അള്ളാഹു നമുക്കൊക്കെ ബുദ്ധി നൽകിയിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് അള്ളാഹുവിൽ പങ്കുചേർക്കൽ സംഭവിക്കുക? അള്ളാഹു എന്ന് പറയുന്ന ആ ശക്തിയെപ്പോലെ മറ്റൊരു ശക്തി ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്ക് വരികയുള്ളൂ എന്നാണോ? അല്ല. അള്ളാഹുവിന് മാത്രമുള്ള ചില പ്രത്യേക കഴിവുകളുണ്ട് പ്രിയപ്പെട്ടവരെ. ആ കഴിവുകൾ മറ്റാരിലെങ്കിലും നമ്മൾ ആരോപിച്ചാൽ അള്ളാഹുവിൽ നമ്മൾ പങ്കുചേർക്കൽ സംഭവിക്കുന്നു. അത് ലളിതമായി മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെയോ? സഹോദരന്മാരെ, നമ്മളൊക്കെയും പ്രാർത്ഥിക്കാറില്ലേ? ആരോടാ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവിനോട്. അള്ളാഹുവേ രക്ഷിക്കണേ, അള്ളാഹുവേ എന്റെ രോഗം മാറ്റണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ മനസ്സിലുള്ള ചിന്ത എന്താണ്? നമ്മുടെ മനസ്സിലുള്ള വിശ്വാസം എന്താണ്? ഞാനിപ്പോൾ അള്ളാഹുവേ എന്ന് വിളിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് അല്ലാ എന്ന് ഞാൻ വിളിച്ചാലും, ഏത് ഭാഷയിൽ വിളിച്ചാലും, ഏത് സമയത്ത് വിളിച്ചാലും അതൊക്കെയും കേൾക്കാനും വിളിച്ചെന്നെ കാണാനും എന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഞാൻ പറയാതെ തന്നെയും അറിയാനുമൊക്കെ കഴിവുണ്ട്. ഞാൻ വിളിക്കുന്ന എന്റെ നാഥനായ റബ്ബിന്, അള്ളാഹുവിന് ആ കഴിവുണ്ട് എന്ന വിശ്വാസത്തിലല്ലേ പ്രിയമുള്ളവരെ അള്ളാഹുവേ എന്ന് നമ്മൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? അതെ, എല്ലാവരും പറയും അതെ, അങ്ങനെ തന്നെയാണ്. അള്ള കേൾക്കൂല എന്ന് വിചാരിച്ച ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? അവൻ വിളിക്കൂല. അള്ള അറിയൂല എന്ന് വിചാരിച്ച് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇല്ല. എല്ലാവരും വിശ്വസിക്കുന്നത് എന്താണ്? അല്ലാ എന്നാണ്. വിളിക്കുമ്പോ തന്നെ എന്റെ മനസ്സിൽ വിശ്വാസമുണ്ട്, എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്. എവിടെയാണെങ്കിലും കാണും. പ്രപഞ്ചത്തിന്റെ ഏത് കോണിൽ ഞാൻ ഒളിച്ചിരുന്നാലും എന്റെ റബ്ബ് എന്നെ കാണും. ഒരു സൂചി പഴുതുപോലും, ഒരു വായു പോലും പ്രവേശിക്കാത്ത ഒരു കോട്ടക്കൊത്തളത്തിന്റെ അകത്ത് കൂരിരുട്ടത്ത് ഞാൻ ഇരുന്നാൽ പോലും എന്റെ റബ്ബ് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്, അല്ലേ? എല്ലാം കാണും എന്റെ റബ്ബ്. ഇനി ഞാൻ എവിടെ വെച്ച് വിളിച്ചാലും എന്റെ ശബ്ദം കേൾക്കും എന്റെ റബ്ബ്. എന്റെ ഭാഷ അറിയും എന്റെ റബ്ബിന്. ലോകത്ത് എത്രയാണ് ജനങ്ങളെ ഭാഷയുള്ളത്? ഇന്ത്യ രാജ്യത്ത് തന്നെയും എത്ര കൂട്ടം ഭാഷകളാണുള്ളത്? നമ്മുടെ ഈ മനോഹരമായ ഇന്ത്യ രാജ്യത്ത് തന്നെയും ധാരാളക്കണക്കിന് ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ, അവരൊക്കെയും അവരുടേതായ ഭാഷയിൽ അവരുടെ കാര്യം റബ്ബിനോട് പറയുമ്പോൾ അതൊക്കെ വേറെ വേറെ കേട്ട് മനസ്സിലാക്കി എല്ലാം കൃത്യമായി മനസ്സിലാക്കാനും എന്റെ റബ്ബിന് കഴിയും. ആ വിശ്വാസം നമുക്കൊക്കെ ഉണ്ട്. ഇനി ഞാൻ എന്ത് കാര്യത്തിന് ചോദിച്ചാലും എന്റെ റബ്ബിന് അതൊക്കെ അറിയാനും അത് തരാനും മാത്രം അവന്റെ ഖജനാവ് വിശാലമാണ്. എന്തും എനിക്ക് ചെയ്തു തരാൻ കഴിവുള്ള, എല്ലാത്തിനും കഴിവുള്ള ഖദീറാണ് എന്റെ റബ്ബ്. ആ വിശ്വാസത്തോടെയാണ് നമ്മൾ അല്ലാഹുവേ എന്ന് വിളിക്കുന്നത്, തേടുന്നത്, പ്രാർത്ഥിക്കുന്നത്. അതിലാർക്കെങ്കിലും തർക്കമുണ്ടോ? ആരും തർക്കിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും ആ വിശ്വാസമുള്ളത്. എങ്കിൽ സഹോദരന്മാരെ, ഇതേ നിലപാട് നമുക്ക് മറ്റൊരാളെ കുറിച്ച് ഉണ്ടെങ്കിലോ? അല്ലാ എന്ന് വിളിക്കുമ്പോൾ അല്ല എല്ലാം കാണും, എല്ലാം കേൾക്കും, എല്ലാം അറിയും. എന്തിനും അവന് കഴിവുണ്ടവൻ എന്നെ സഹായിക്കും. എന്റെ മനസ്സിലെ വികാരങ്ങൾ പോലും ഞാൻ പറയാതെ തന്നെ അറിയുമെന്ന് അള്ളാഹുവിനെ കുറിച്ച് മാത്രമേ ഞാൻ വിശ്വസിക്കാൻ പാടുള്ളൂ. അതല്ല, ലോകത്തെ ഞാൻ മറ്റൊരാളെ വിളിക്കുകയാണ്, ഓ ബദരീങ്ങളെ, അമ്പുറത്തെ തങ്ങളെ, ഏർവാടിയിലെ ശൈഖേ, അജ്മീറിലെ ഖാജാ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ദൈവങ്ങളെയോ ദേവിമാരെയോ അതല്ലെങ്കിൽ മാതാക്കളെയോ പുണ്യാളന്മാരെയോ ഒക്കെ വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് വിശ്വാസമാ കടന്നു വരുന്നത്? ഞാനിപ്പോൾ മുഹീദ്ദീൻ ശൈഖേ
എന്നെ രക്ഷിക്കണേ എന്ന് ഞാൻ വിളിച്ചാൽ എന്റെ വിശ്വാസം എന്താണ്? എന്റെ വിളി ശൈഖവറുകൾ കേൾക്കുന്നുണ്ട്. വിളിക്കുന്ന എന്നെ ഞാൻ എവിടെ വെച്ച് വിളിച്ചാലും കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. എന്റെ മനസ്സിലെ വിചാരവികാരങ്ങൾ പോലും ഞാൻ പറയാതെ തന്നെ ശൈഖിനെ ഇപ്പോൾ അറിയുന്നുണ്ട്. ഞാൻ ചോദിച്ച കാര്യം എത്ര തന്നെ വലുതാണെങ്കിലും അതൊക്കെയും എനിക്ക് നിർവഹിച്ചു തരാനുള്ള കഴിവ് അല്ലാഹു ആ ശൈഖിന് മുൻകൂറായിട്ട് തീരെഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ മനസ്സിലെ വിചാരവികാരങ്ങൾ എല്ലാം അറിയുന്നുണ്ട്. എവിടെ വെച്ച് ഏത് ഭാഷയിൽ എത്രായിരം ആളുകൾ എത്രായിരം കാര്യങ്ങൾക്ക് വേണ്ടി ഏതൊക്കെ സമയങ്ങളിൽ ഒരേ സമയത്തോ അല്ലെങ്കിലുമൊക്കെ തേടിയാലും അതൊക്കെ വേറെ വേറെ മനസ്സിലാക്കാനും ശൈഖിന് കഴിവുണ്ട്. അതല്ലെങ്കിൽ സൃഷ്ടിക്ക് കഴിവുണ്ട്. ആ വിശ്വാസപ്രകാരമല്ലേ സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? അതെ അല്ലേ? എന്നാൽ സൃഷ്ടികൾക്കതിന് കഴിയുമോ? സൃഷ്ടികൾക്കതിന് കഴിയുമോ പ്രിയമുള്ളവരെ? എന്നോടോ നിങ്ങളോടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനോട് 2 or 3 അതല്ലെങ്കിൽ 5 or 6 ആളുകൾ പോയിട്ട് ഒന്നിച്ച് പല കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ ഉടനെ ഇടയ്ക്ക് ഇടപെട്ടുകൊണ്ട് പറയും, പ്ലീസ് നിങ്ങൾ നിർത്തണം. ഒരാൾ പറയും, നിങ്ങളെന്താ എല്ലാവരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് സംസാരിക്കുന്നത്? എല്ലാവരും കൂടെ പല കാര്യം ഇങ്ങനെ ഒരുമിച്ച് ഒരേ സമയത്ത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയൂല. അതുകൊണ്ട് ഒരാൾ സംസാരിക്കുമ്പോ മറ്റൊരൊക്കെ മിണ്ടാതെ നിൽക്കിൻ. ഒരാൾ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കട്ടെ. നിങ്ങളെല്ലാവരും കൂടെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാ എനിക്ക് വല്ലതും മനസ്സിലാകുമോ? നമ്മൾ ഇടപെടൂലേ? ഇടപെടും. എന്താ കാരണം? അത് നമ്മുടെ കേൾവിയുടെ പരിധിയാണ്. എന്നാൽ അള്ളാഹുവിന്റെ കേൾവിക്ക് ലിമിറ്റുണ്ടോ? അള്ളാഹുവിന്റെ കാഴ്ചക്ക് ലിമിറ്റുണ്ടോ? ഈ പ്രപഞ്ചത്തിൽ സങ്കല്പിച്ചു നോക്കൂ, 1 കോടി മനുഷ്യരുണ്ടെന്ന് സങ്കല്പിച്ചോളൂ. 1 കോടി മനുഷ്യരതാ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ച് അവർക്കൊക്കെ വ്യത്യസ്ത ആവശ്യങ്ങളല്ലേ ഉണ്ടാവുക? വ്യത്യസ്ത ഭാഷക്കാരല്ലേ അവരുണ്ടാവുക? അങ്ങനെ വ്യത്യസ്തങ്ങളായ ഭാഷയിൽ വ്യത്യസ്ത കാര്യങ്ങൾ നേടാൻ വേണ്ടി വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ച് വ്യത്യസ്ത സമയങ്ങളിൽ അല്ലാഹുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതൊക്കെയും വേറെ വേറെ കേട്ട് മനസ്സിലാക്കി അവക്കൊക്കെ ഉത്തരം നൽകാൻ കഴിവുള്ളവനാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. അതേ വിശ്വാസം മുഹീദ്ദീൻ ശൈഖിനുമുണ്ടെന്ന് അതേ കോടാനുകോടി മനുഷ്യന്മാര് ശൈഖേ രക്ഷിക്കണേ എന്ന് വിളിക്കുമ്പോൾ ആ ശൈഖ് അതൊക്കെയും വേറെ വേറെ കേട്ട് മനസ്സിലാക്കി എല്ലാവരെയും കണ്ട് ഉത്തരം ചെയ്യാനുള്ള കഴിവ് ആ ശൈഖവറുകൾക്കുണ്ടെന്ന് വിശ്വസിച്ചു പോയാൽ അത് സർവലോക പരിപാലകനായ സൃഷ്ടാവായ അല്ലാഹുവിന്റെ മാത്രം കഴിവിൽ ശൈഖിനെ ഒരു സൃഷ്ടിയെ പങ്കു ചേർക്കലാണ്. അത് പാടില്ലാത്തതാണ്. അത് അല്ലാഹു പൊറുക്കുന്നതല്ല. ഇതാണ് സത്യം. സഹോദരങ്ങളെ, ഇതാണ് സലഫികൾ ലോകത്തോട് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ ശക്തി കഴിവുള്ളവൻ ഒരേ ഒരു ശക്തി മാത്രം. ആ ശക്തിയോടെ പ്രാർത്ഥിക്കാവൂ. അവനെ എല്ലാം കേൾക്കാനും എല്ലാം കാണാനും ഒരിക്കലും മരിക്കാതെ എന്നൊന്നും ജീവിക്കാനും ഉറങ്ങാതിരിക്കാനും മയങ്ങാതിരിക്കാനും ക്ഷീണമില്ലാതെയും. നമ്മൾ അല്ലാഹ് വിളിക്കുമ്പോ അല്ലാഹ് ഉറങ്ങാൻ പോയാലോ? ഉറങ്ങുന്നവരോട് സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? അല്ലാഹു മരണമില്ല, അതുകൊണ്ടാ മരിക്കാത്തവരോട് ചോദിക്കാവൂ എന്ന് പറയുന്നത്. മരിച്ചവരോട് ചോദിച്ചിട്ട് കാര്യമില്ല, അവര് കേൾക്കുന്നതല്ല. ഉറങ്ങുന്നവരോട് പോലും നമ്മൾ സംസാരിക്കാൻ ചെന്നാൽ നമ്മൾ എന്താണ് കാത്തിരിക്കും? അവിടെ എന്തിനു വേണ്ടി കാത്തിരിക്കും? ഉണരട്ടെ. കാരണം ഉറങ്ങുമ്പോ സംസാരിച്ചിട്ട് കാര്യമില്ല. മനുഷ്യന്റെ സ്ഥിതി അത്രേയുള്ളൂ. അതേ അവസരത്തിൽ റബ്ബിന് ഉറക്കമില്ല, മയക്കമില്ല, ക്ഷീണമില്ല, തളർച്ചയില്ല. അതുകൊണ്ട് ആ ശക്തി അവന് മാത്രമേയുള്ളൂ, ആ പവർ അവന് മാത്രമേയുള്ളൂ സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളെങ്കിലും ആ സൃഷ്ടാവിലേക്ക് മാത്രമേ തിരിക്കാവൂ. ഇതാണ് സലഫികൾക്ക് ഒന്നാമതായി പറയാനുള്ളത്. ഇത് പറയുമ്പോ പല ആളുകളും തെറ്റിദ്ധരിക്കുകയാണ്. കണ്ടോ, ഈ സലഫികൾ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ച് തേടാൻ പാടില്ല എന്നാ പറയുന്നത്. നബിതങ്ങളോട് പ്രാർത്ഥിക്കാൻ, നബിതങ്ങളോട് തേടിക്കൂടാനാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തേടിയാൽ അള്ളാന്റെ റസൂല് കേൾക്കില്ലത്രേ, അള്ളാന്റെ റസൂല് നമ്മെ കാണില്ലത്രേ, അള്ളാന്റെ റസൂല് നമ്മെ സഹായിക്കില്ലത്രേ. അതുകൊണ്ട് ഇവർക്ക് മുത്തുനബിയോട് സ്നേഹമില്ല, ഇവർക്ക് നബിയോട് ആദരവില്ല, ഇവർക്ക് നബിയോട് ബഹുമാനമില്ല. ഇവർ നബിയെ ഇതിലൂടെ അവഹേളിക്കുകയാണ്, അപഹസിക്കുകയാണ്. ഇവിടെയാണ്
ഇവിടെയാണ് സഹോദരങ്ങളെ ചിന്തിക്കേണ്ടത്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ണിറയെ കാണാനും അവിടുത്തെ ശബ്ദം കേൾക്കാനുമൊക്കെ മഹാഭാഗ്യം കിട്ടിയവരല്ലയോ സ്വഹാബാ പുരുഷന്മാരും സ്വഹാബാ സ്ത്രീകളും? അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. അവർക്കൊക്കെ നമ്മുടെ മുത്തുനബിയെ കുറിച്ചുള്ള വിശ്വാസം എന്തായിരുന്നു എങ്കിൽ ആ വിശ്വാസമാണ് നമ്മളും സ്വീകരിക്കേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബ പുരുഷന്മാർ, അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹാ അടക്കമുള്ള സ്വഹാബ വനിതകൾ, ഇവർക്കൊക്കെ അള്ളാന്റെ റസൂലിനെ കുറിച്ചുള്ള വിശ്വാസം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങുമ്പോൾ സഹാബിമാര് പോയിട്ട് സംസാരിക്കാറുണ്ടോ? നിങ്ങൾ ചിന്തിക്കണം എൻ്റെ പ്രിയപ്പെട്ടവര്, ആലോചിക്കണം. അധിക വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകാതെ തന്നെ നിങ്ങൾ ഇതൊന്ന് വളരെ മാന്യമായി ചിന്തിക്കണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. വഫാത്താകുന്നതിന്റെ മുമ്പേ തന്നെയാ സൂചിപ്പിക്കുന്നത്. അള്ളാന്റെ റസൂല് അവർക്കിടയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഏതെങ്കിലും ഒരു സഹാബി അള്ളാന്റെ റസൂല് ഉറങ്ങുന്ന നേരത്ത് പോയിട്ട് നബിയേ എനിക്കിന്ന കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉറങ്ങുന്ന നബിയോട് പോയി സംസാരിച്ച ചരിത്രമുണ്ടോ? ഉറങ്ങുന്ന നബിയെ വിളിച്ച് കാര്യം ചോദിച്ച് പറഞ്ഞ ചരിത്രമുണ്ടോ? പ്രിയമുള്ളവരെ, ഇല്ല. മറിച്ച് അവര് കാത്തിരിക്കും അള്ളാന്റെ റസൂല് ഉണരുവോളം. എന്തേ? അവർക്ക് നബി തങ്ങളോട് സ്നേഹമില്ലേ? ഉറങ്ങുമ്പോഴും കേൾക്കാം മുത്തുനബിക്ക് കഴിവുണ്ട്, മുത്തുനബി അത്രയും കഴിവുള്ള ആളാണ്, അതുകൊണ്ട് ഉറങ്ങുന്ന നബിയോടും സംസാരിക്കാം എന്ന് ഏതെങ്കിലും സഹാബത്ത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നോ? ആലോചിക്കണം നമ്മൾ. ഇനി എന്റെ അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് അള്ളാന്റെ റസൂല് തന്നെയും പല നാടുകളിലേക്കും അവിടുത്തെ സഹാബിമാരെ യാത്രക്കാർ പതിവുണ്ട്. പല സ്ഥലങ്ങളിലേക്കും അവർ പോകാറുണ്ട്. പല ആവശ്യങ്ങൾക്കും വേണ്ടി യാത്രാ സംഘങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്നും മദീനയിൽ നിന്നുമൊക്കെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പറഞ്ഞേക്കാറുണ്ട്. അങ്ങനെ ദൂരദിക്കുകളിലേക്ക് യാത്ര പോകുന്ന ആ തന്റെ പ്രിയപ്പെട്ട അനുചരന്മാർ, സഹാബാക്കൾ, പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ അവരുടെ യാത്രക്കിടയിൽ അവർക്കുണ്ടാകുന്ന പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലുമൊക്കെ അങ്ങ് മക്കയിലോ മദീനയിലോ ജീവിച്ചിരിക്കുന്ന മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ, ഞങ്ങളിങ്ങനെ ഒരു പ്രയാസത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്, ഞങ്ങളെ സഹായിക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂല് മക്കയിലോ മദീനയിലോ ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും നബി തങ്ങളെ വിളിച്ചാൽ വിളി കേൾക്കാത്ത ദൂരത്ത് നിന്ന് ഒരൊറ്റ സ്വഹാബാ പുരുഷനും ഒരൊറ്റ സ്വഹാബാ സ്ത്രീയും വിളിച്ചിട്ടില്ല. മറിച്ച് അവർക്ക് നബി തങ്ങളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പോലും അവരെന്തു ചെയ്യും? അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിലെത്തുവോളം വെയിറ്റ് ചെയ്യുകയാണ്, നബി തങ്ങളുടെ മുമ്പിലെത്തുവോളം കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ അരികിൽ തിരിച്ചെത്തിയിട്ട് നബിയെ കാണുമ്പോൾ മാത്രമാണ് അവർക്ക് ചോദിക്കാനുള്ളത് ചോദിക്കുന്നത്, പറയാനുള്ളത് പറയുന്നത്. എന്തേ അവർക്ക് ദൂരത്ത് നിന്ന് തന്നെ അങ്ങ് വിളിച്ചുകൂടായിരുന്നോ? എന്തേ അവർ വിളിക്കാത്തത്? അവർക്കറിയാം അല്ലാഹുവിന്റെ റസൂൽ ഇപ്പോൾ വിളി കേൾക്കുന്ന ദൂരത്തല്ല, അതുകൊണ്ട് വിളിക്കാൻ പാടുള്ളതുമല്ല, വിളിച്ചിട്ട് പ്രയോജനവുമില്ല. മറിച്ച് നബി തങ്ങളുടെ സമീപത്തെത്തിയാൽ അവർക്ക് ചോദിക്കാനുള്ളതും പറയാനുള്ളതും അവർ ചോദിക്കുന്നു, പറയുന്നു. എന്താ കാരണം? സഹാബത്തിന് അള്ളാന്റെ റസൂലിനെ കുറിച്ചുള്ള വിശ്വാസം അങ്ങനെയാണ്. അങ്ങനെയാ നമ്മുടെ ഉമ്മമാരൊക്കെ വിശ്വസിച്ചത്, അങ്ങനെയാണ് നമ്മുടെ മഹദികളൊക്കെ വിശ്വസിച്ചത്, സഹാബാക്കളൊക്കെ അങ്ങനെയാ വിശ്വസിച്ചത്. അവർക്ക് പറയാനുള്ളതും ചോദിക്കാനുള്ളതുമൊക്കെ അവർ നബിയെ വിളിച്ചു പറയല്ല. ഒരൊറ്റ സംഭവം ഞാൻ എൻ്റെ പ്രിയമുള്ളവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു പ്രിയപ്പെട്ട സഹാബി ദൂരദേശത്ത് വെച്ച് അദ്ദേഹത്തെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി തെറ്റിദ്ധരിച്ചതാണ്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീന് മോശമാണെന്ന് തെറ്റിദ്ധരിച്ച് പ്രിയപ്പെട്ട പ്രവാചകന്റെ അനുയായിയെ അവർ കൊണ്ടുപോയി അവരെ കൊല്ലാനൊരുങ്ങുകയാണ്.
ആ അപകടത്തിൽപ്പെട്ട നേരത്ത് വിദൂര ദേശത്തുപെട്ട മഹാനായ ആ സഹാബി, അല്ലാഹുവിന്റെ റസൂലേ, ഞാനിതാ അപകടത്തിൽ പെട്ടിരിക്കുന്നു, എന്നെ സഹായിക്കണേ നബിയേ, ഖുദ് ബിയദീ, എന്റെ കൈപിടിക്കണേ നബിയേ, യാ റസൂലല്ലാഹ് എന്ന് ആ സഹാബി അവിടെ വെച്ച് വിളിച്ചു തേടിയോ? ജീവിച്ചിരിക്കുന്ന റസൂലുള്ളാഹിനെ പോലും അവിടെ വെച്ച് വിളിച്ചു തേടിയോ? ഇല്ല. മറിച്ച് ആ സഹാബിക്കറിയാം, ഞാൻ ഇവിടെ നിന്ന് വിളിച്ചാൽ ഹബീബ് കേട്ട് ഉത്തരം ചെയ്യൂല, അവിടുത്തേക്ക് അതിനിപ്പോൾ സാധ്യമല്ലാത്തത്ര ദൂരെയാണ്. അതുകൊണ്ട് ഈ കാര്യം അവിടുത്തോട് പറയാനും അത് കഴിയുന്നത് ഏകനായ റബ്ബിനോട് മാത്രമാണ്. അതുകൊണ്ട് മഹാനായ സഹാബി അല്ലാഹുവിനെ വിളിക്കുകയാണ്, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഞാനിപ്പോൾ അപകടത്തിൽപ്പെട്ടു എന്ന വിവരം നിന്റെ നബിക്ക് നീ അറിയിച്ചു കൊടുക്കണേ. എനിക്കത് അറിയിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ റബ്ബേ, നിനക്കതിന് കഴിയും, നീ അറിയിച്ചു കൊടുക്കണേ എന്ന് നബി തങ്ങളോട് ഈ വിവരം അറിയിക്കാൻ വേണ്ടി ആ സഹാബി വിളിച്ചു തേടുന്നത് അല്ലാഹുവിനെയാണ്. മറിച്ച് ഇന്ന് പല ആളുകളും പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെയൊക്കെ തന്നെ കൂടെയുണ്ട് പോലും, നമ്മൾ എന്ത് പറയുന്നതും ഹബീബ് കേൾക്കുന്ന പോലും, നമ്മെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പോലും. അതുകൊണ്ടതാ സ്വലാത്ത് നഗറുകളിൽ വെച്ച്, സ്വലാത്ത് വാർഷികങ്ങളിൽ വെച്ചൊക്കെ തങ്ങളെ തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനോട് വിളിച്ചു തേടുകയാണ്. യാ റസൂലല്ലാഹ് ഖുദ് ബിയദീ അദ്രിക്നി യാ ഹബീബല്ലാഹ്, എന്റെ കൈപിടിക്കണേ, എന്നെ സഹായിക്കണേ, എന്നെ കൈവടിയല്ലേ, എന്നെ രക്ഷിക്കണേ, ഞങ്ങളെ ശ്രദ്ധിക്കണേ, ഞങ്ങളെ സഹായിക്കണേ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ച് തേടിക്കൊണ്ടിരിക്കുന്നു. ഇത് പാടില്ലെന്ന് സലഫികൾ പറയുന്നു. എന്താ കാരണം? എന്താ കാരണം? ഇവിടെ പുതിയ വിശ്വാസമാണോ അത്? ആർക്കാണ് ഇവിടെ പുതിയ വിശ്വാസം? ആരാണിവിടെ പുതിയത് കൊണ്ടുവന്നത്? നമ്മൾ സ്നേഹിക്കുന്നത് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലേ? ആ മുത്തുനബി പഠിപ്പിച്ചത് എന്താണ്? ആ മുത്തുനബിയുടെ സ്വഹാബത്ത് മുത്തുനബിയെ കുറിച്ച് വിശ്വസിച്ചത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുമ്പോ കേൾക്കുമെന്ന് വിശ്വസിച്ചോ? ദൂരെയുള്ള സമയത്ത് കേൾക്കുമെന്ന് വിശ്വസിച്ചോ? ഇല്ല സുഹൃത്തുക്കളെ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി കിടക്കുന്ന നേരത്ത് അവിടുത്തെ ശറഫാക്കപ്പെട്ട ആ ശരീരം മണ്ണിന്റെ ഉള്ളിലേക്ക് അടക്കം ചെയ്യപ്പെട്ടിട്ടില്ല. ആ ഭൗതിക ശരീരം പുറത്ത് കിടക്കുന്ന നേരത്ത് പോലും സഹാബിമാരാരും അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് സഹായം തേടിയിട്ടില്ല. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോൾ ആ അഭിപ്രായ വ്യത്യാസത്തിലൊന്ന് ഇടപെടണം നബിയേ, ഞങ്ങൾക്കിടയിലെ തർക്കം തീർത്തു തരണം നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഒരൊറ്റ സഹാബിയും അവിടുത്തെ ആ ശറഫാക്കപ്പെട്ട ശരീരം മണ്ണിലേക്ക് താഴ്ത്തുന്നതിന്റെ മുമ്പ് ഈ ഭൂമിയിൽ അവിടുത്തെ ശരീരം ഇരിക്കുന്ന നേരത്ത് പോലും വഫാത്തിന്റെ ശേഷം ചോദിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ അവിടെ ഒരു തർക്കമുണ്ടായി. ആരായിരിക്കണം ശേഷം ഖലീഫയാവേണ്ടത്? പ്രവാചകന്റെ സ്ഥാനത്ത് ഭരണാധികാരി ഇനി ആരായിരിക്കണം എന്ന ഒരു അഭിപ്രായ വ്യത്യാസം സഹാബിമാർക്കിടയിൽ ഉണ്ടായി. അവർ കുറെ നേരം ചർച്ച ചെയ്തു, ആരായിരിക്കണം പ്രവാചകന്റെ ശേഷം ഖലീഫ. ആ സമയത്ത് കുറെ മണിക്കൂറുകളോളം അവർ അതിനെക്കുറിച്ച് കൂടിയാലോചന നടത്തിയപ്പോ എന്റെ പ്രിയമുള്ളവരെ, അവിടെയുണ്ടായിരുന്ന സഹാബിമാർക്കൊക്കെ അള്ളാന്റെ റസൂൽ അവിടെ കിടക്കുന്നില്ലേ? ഭൂമിയിലേക്ക് അവിടുത്തെ ശരീരം ആഴ്ത്തിയിട്ടില്ലട്ടോ, മരിച്ചിട്ടേ ഉള്ളൂ, വഫാത്തായിട്ടേ ഉള്ളൂ. ആ ദിവസമാണിത്. എന്നാൽ ആ സമയത്ത് സഹാബത്തൊന്ന് പോയി നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ മഹത്തായ ശറഫാക്കപ്പെട്ട ആ മയ്യത്തിന്റെ ശരീരത്തിന്റെ തൊട്ടടുത്ത് നിന്ന് പോയിട്ട്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്കിടയിൽ ഒരു തർക്കമുണ്ട് നബിയേ, നിങ്ങൾക്ക് ശേഷം ആരായിരിക്കണം ഈ രാജ്യത്തിന്റെ ഭരണാധികാരി? ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് നബിയേ, നിങ്ങൾ അതിലൊന്ന് ഇടപെടണം എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ഭൗതിക ശരീരത്തിന്റെ സമീപത്ത് പോയിട്ട് എന്തേ ഒരു സഹാബിയും ചോദിക്കാതെ പോയത്? അവർക്കറിയാൻ നബിതങ്ങളോട് ചോദിക്കാൻ ഇപ്പൊ പറ്റൂല. നബിതങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല, അവിടുന്ന് ഈ ലോകത്ത് നിന്ന് വഫാത്തായിട്ടുണ്ട്. അത്യുന്നതമായ ലോകത്തിലേക്കുള്ള യാത്രയിലാണ് അവിടുത്തെ ഹബീബ്.
അതേ അവസരത്തിൽ അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ പോയിരുന്നിരുന്നുവെങ്കിൽ, അള്ളാന്റെ റസൂലിന് വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? ഇവര് പറയും പോലെയാണെങ്കിൽ സഹാബിമാരെ നിങ്ങൾ തർക്കിക്കണ്ട എന്ന് പറയുക പോലും വേണ്ട. നബി തങ്ങളുടെ മയ്യത്ത് ആ കിടക്കുന്നിടത്ത് നിന്ന് അവിടുത്തെ കൈയൊന്നിങ്ങനെ പൊക്കിയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ ഇങ്ങനെ ഒന്ന് വിരൽ ചൂണ്ടിയിട്ടങ്ങ് താഴ്ത്തിയിരുന്നുവെങ്കിൽ ആ തർക്കം അവിടെ വെച്ച് പരിഹരിക്കുമായിരുന്നില്ലേ? പക്ഷെ അതുണ്ടായില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹും പോയില്ല, ഉമർ റളിയല്ലാഹു അൻഹും പോയില്ല, ആരും പോയില്ല. ഇതിൽ നിങ്ങളൊന്ന് ഇടപെടണം എന്ന് പറഞ്ഞിട്ട്. എന്താ കാരണം? ഹബീബ് വഫാത്തായി പോയി. അതുകൊണ്ട് ഇനി നമ്മൾ ചർച്ച ചെയ്യണ ഹബീബിനോട് ചോദിച്ചിട്ട് കാര്യമില്ല. എവിടെയാണ് അവിടുത്തെ ഖബറടക്കേണ്ടത് എന്ന തർക്കം വന്നു. നബി തങ്ങളോട് പോയി ചോദിച്ചില്ല. ഇനി അവിടുത്തെ ഖബറടക്കമൊക്കെ കഴിഞ്ഞു. ആ ഖബറിന്റെ സമീപത്ത് മഹദി താമസിച്ചില്ലേ? കാരണം മഹദിയായ നമ്മുടെ ഉമ്മ പ്രിയപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹാ ലോക മുസ്ലിമീങ്ങളുടെ ഉമ്മയാണത്. പ്രിയപ്പെട്ട നമ്മുടെ ഹബീബിന്റെ ഭാര്യയാണത്. ആയിഷ റളിയല്ലാഹു തആല അൻഹാ 40 കൊല്ലത്തോളം ആ വീട്ടിൽ തന്നെയല്ലേ താമസിച്ചത്. എന്നിട്ട് ഏതെങ്കിലും ഒരവസരത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ സമീപത്ത് പോയിട്ട് പ്രിയപ്പെട്ട റസൂലേ എന്നെ സഹായിക്കണേ, എന്റെ പ്രശ്നങ്ങളിൽ ഇടപെടണേ എന്ന് ഒരിക്കലെങ്കിലും മഹദിയായ ബീവി ചെയ്തതായിട്ട് റിപ്പോർട്ടിലുണ്ടോ? മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ട് 6 മാസക്കാലമെങ്കിലും ജീവിച്ചില്ലേ? ആ മഹദിയായ ഫാത്തിമ ബീവി ഒരിക്കലെങ്കിലും നബി തങ്ങളോട് പോയിട്ട് പ്രവാചകരെ എന്നെ രക്ഷിക്കണേ, എന്റെ പ്രശ്നത്തിൽ ഇടപെടണേ, എന്റെ കാര്യത്തിലൊന്ന് അതേ അഭിപ്രായം പറയണേ എന്ന് ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. അതേ അവസരത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ പല ആളുകളും പറയുന്നതെന്താ? മഹാന്മാരായ ഔലിയാക്കളിങ്ങോട്ട് വരുന്നാണ്. അവരുടെ ഖബറിന്റെ സമീപത്ത് പോയിട്ടാണ് ചോദിച്ചാൽ അവരിങ്ങോട്ട് ഉത്തരം ചെയ്യും, അവരിങ്ങോട്ട് പുറത്തേക്ക് വരും, അവരുടെ കൈനീട്ടിത്തരും, അവർ നമ്മെ ഇങ്ങോട്ട് സഹായിക്കും. ഇങ്ങനെ ഈ രൂപത്തിലുള്ള വിശ്വാസങ്ങളാണ്. പ്രിയമുള്ളവരെ, നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമാണോ വേണ്ടത്? അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ പറയുന്ന ഇസ്ലാമാണോ വേണ്ടത്? ഉറപ്പാണ് നമുക്ക് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാം മതി. അവിടുന്ന് പഠിപ്പിച്ച ഇസ്ലാം മതി. അവിടുത്തെ കുറിച്ച് സ്വഹാബത്ത് അങ്ങനെയാ വിശ്വസിച്ചത്. ഇനി ഇവിടെയുള്ള പല ആളുകളും വിശ്വസിക്കുകയാണെന്ന് ഔലിയാക്കന്മാര് അവർക്കെല്ലാം അറിഞ്ഞ കാര്യം അറിയാം. ഔലിയാക്കന്മാര് നാളെ നടക്കുന്നതും അടുത്ത കൊല്ലം നടക്കുന്നതും എല്ലാം അവർ പറയും. നമ്മൾ ചെല്ലുമ്പോഴേക്ക് നമ്മുടെ മനസ്സിലുള്ളതൊക്കെ അവർ വിളിച്ചു പറയും. അവർക്കെല്ലാം അറിഞ്ഞ കാര്യങ്ങൾ ഔലിയാക്കൾക്കൊക്കെ അറിയാം എന്നാണല്ലോ പറയുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പോലും സ്വഹാബ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എന്താ വിശ്വസിച്ചത് നമ്മൾ അറിയണല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു സംഭവം ഞാൻ പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലം നബി തങ്ങളെ ഒരു വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിച്ചു കൊണ്ടുപോയി. എന്റെ പ്രിയമുള്ളവരൊക്കെ ഈ ചരിത്രം ശ്രദ്ധിക്കണം. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്ന് ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും കുറച്ച് സഹാബിമാരെയും അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിമാരിൽപ്പെട്ട ഒരു സഹാബിയുടെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ആദരവോടെ ക്ഷണിച്ചു കൊണ്ടുപോയി. അങ്ങനെ പ്രവാചകൻ ആ സഹാബിയുടെ വീട്ടിലെത്തി. സഹാബിമാരും ഒക്കെ ഇരുന്നു. ഭക്ഷണത്തളിക കൊണ്ടുവന്നു വെച്ചു. ശരിക്കും ശ്രദ്ധിക്കണേ, ഭക്ഷണത്തളിക കൊണ്ടുവന്നു വെച്ചു. ആ ഭക്ഷണമായി കൊണ്ടുവന്ന് വെച്ചതിൽ മാംസമുണ്ട്. എന്ത് മാംസമാ കൊണ്ടുവന്ന് വെച്ചത്? ഉടുമ്പിന്റെ മാംസം. ഉടുമ്പ് അതൊരു ജീവിയാണല്ലോ. മരുഭൂമിയിലും വലിയ പാറക്കെട്ടുകളിലൊക്കെ ജീവിക്കുന്ന ഒരു ജീവിയാണ് ഉടുമ്പ്. ഉടുമ്പിന്റെ മാംസമാണ് പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ആരാ തയ്യാറാക്കിയത്? സ്വഹാബ വനിതകൾ. ആ വീട്ടിലെ ഉടമയായ ആ സ്വഹാബ വനിതകൾ, അവിടുത്തെ സ്ത്രീകളാണ് അടുക്കളയിൽ ഇത് പാകം ചെയ്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സഹാബിമാരുടെയും മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ആ സമയത്ത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉടുമ്പിന്റെ മാംസം ഇഷ്ടമല്ല. അങ്ങനെ ഉണ്ടാവും. ചില ആളുകൾക്ക് നിഷിദ്ധമൊന്നുമല്ലെങ്കിലും ചില ആളുകൾക്ക് ചില മാംസത്തോട് താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അത് നിഷിദ്ധമൊന്നും ആവില്ല. ഇതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉടുമ്പ് മാംസത്തോട് താല്പര്യമില്ലായിരുന്നു. അവിടുന്ന് അത് കഴിക്കാറില്ല. എന്നാൽ മറ്റുള്ളവർ കഴിക്കുന്നതിന് വിലക്കിയിട്ടുണ്ടോ? ഇല്ല.
നബിക്കത് ഇഷ്ടമല്ല. അള്ളാന്റെ റസൂൽ ഒരു ഭക്ഷണത്തെയും കുറ്റം പറയൂല, അത് അവിടുത്തെ ഒരു പതിവാണ്. ഒരു ഭക്ഷണത്തെയും പ്രവാചകൻ ആക്ഷേപിക്കാറ് പതിവില്ല. ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കും, ഇഷ്ടമില്ലെങ്കിൽ കഴിക്കൂല, അത്രയേ ഉള്ളൂ. ഒരു ഭക്ഷണത്തിന് കുറ്റം പറയുന്ന ശീലം പ്രവാചകനില്ല. അത് ലോകത്തോട് അവിടുന്ന് പഠിപ്പിച്ച ഒരു സംസ്കാരമാണ്. ഒരു ഭക്ഷണത്തെയും കുറ്റം പറയരുത്, ആവശ്യമുണ്ടെങ്കിൽ കഴിക്കുക, ഇല്ലെങ്കിൽ മാറ്റിവെക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തളികയിലേക്ക് കൈനീട്ടുകയാണ്. കൈനീട്ടുന്ന വേളയിൽ അകത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്, സഹാബിമാരെ, കൂട്ടുകാരനോട് പറഞ്ഞു കൊടുക്കൂ, അത് ഉടുമ്പിന്റെ മാംസമാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അകത്ത് നിന്ന് സഹാബ പെണ്ണുങ്ങൾ വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ കൂട്ടുകാരനായ മുഹമ്മദ് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അറിയിച്ചു കൊടുക്കൂ, അത് ഉടുമ്പിന്റെ മാംസമാണെന്ന്. കാരണം അല്ലാഹുവിന്റെ റസൂല് അതറിയാതെയാണ് അതിലേക്ക് കൈനീട്ടുന്നത്. സഹാബിമാര് പറഞ്ഞു കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ ആ പ്ലേറ്റിൽ നിന്ന് കൈവലിച്ചു. അവിടുന്ന് ഭക്ഷിച്ചില്ല. ഞാനിവിടെ ഈ സംഭവം എന്തിനാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് സഹാബ പെണ്ണുങ്ങളുടെ വിശ്വാസം എന്തായിരുന്നു? കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കാട്ടി പറഞ്ഞോവർ. മുഹീദ്ദീൻ മാല എന്ന് പറയുന്ന മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ചുള്ള അപദാനങ്ങൾ പാടുന്ന പാട്ടിൽ ആ മുഹീദ്ദീൻ മാല എഴുതി ഉണ്ടാക്കിയ വ്യക്തി പറയുകയാണ്, മുഹീദ്ദീൻ ശൈഖിന് മനുഷ്യരുടെ മനസ്സിലെ വികാരങ്ങൾ പോലും കുപ്പിയിലുള്ള ഒരു ദ്രാവകം നമുക്ക് നോക്കിയാൽ കാണും പോലെ ശൈഖവറുകൾ എന്ന് ബഗ്ദാദിൽ മരിച്ചു കിടക്കുന്ന ശൈഖവറുകൾ ലോകത്തുള്ള മനുഷ്യരുടെയൊക്കെ ഖൽബിലുണ്ട് ഉള്ളിലുള്ള കാര്യങ്ങൾ അറിയും പോലും കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കാട്ടി പറഞ്ഞോവർ. കൽബകത്തുള്ളതും കണ്ണിൽ കാണാത്തതുമൊക്കെ കണ്ട പോലെ പറയാൻ ശൈഖവറുകൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അത് വീടുകളിൽ വെച്ച് പാടുന്നു, അത് വീടുകളിൽ വെച്ച് ചൊല്ലുന്നു. പ്രിയപ്പെട്ടവരെ, സ്വഹാബ പെണ്ണുങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന് പറഞ്ഞു കൊടുക്കൂ, കൂട്ടുകാരനോട് പറയൂ, അത് ഉടുമ്പിന്റെ മാംസമാണ്. എന്തേ? അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് സ്വഹാബത്തിന് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? ആ സ്വഹാബത്തിന് അല്ലാഹുവിന്റെ റസൂലിനോട് ബഹുമാനമില്ലാഞ്ഞിട്ടാണോ? അതൊക്കെ നബിതങ്ങൾ മനസ്സിലാക്കിക്കോളും എന്നല്ലല്ലോ ആ സ്ത്രീകൾ പറഞ്ഞത്. അത് അവരടക്കം പറഞ്ഞോ? ആ സ്ത്രീകൾ ഇങ്ങനെ അടുക്കളയിൽ വെച്ച് പരസ്പരം പറഞ്ഞോ? അതൊന്നും പറഞ്ഞു കൊടുക്കണ്ടാന്ന്. ആരാ വന്നിരിക്കുന്നത് വീട്ടില്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം അറിയും, നാളെ നടക്കുന്നതും അറിയും, അടുക്കളയിലെ കാര്യം അറിയും, നമ്മൾ പാകം ചെയ്യുന്ന ഭക്ഷണം അറിയും, ഇവിടെ അർത്ഥ മൃഗനാഥും അറിയും, ഏതാ മാംസമൊന്നും മനസ്സിലാവും. അതൊന്നും നമ്മൾ കളിപ്പിക്കാനൊന്നും നോക്കണ്ട. അള്ളാന്റെ റസൂലാണത് മുതല്. അതുകൊണ്ട് അള്ളാന്റെ റസൂലിന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ നബിക്കാണ് മനസ്സിലാകും. അതുകൊണ്ട് അള്ളാന്റെ റസൂൽ അതിലേക്ക് കൈയൊന്നും നീട്ടൂല എന്നാണോ അത് പാകം ചെയ്ത നമ്മുടെ ഉമ്മമാര് അകത്ത് നിന്ന് കുശുകുശുത്തത്? അവരങ്ങനെയാണോ സംസാരിച്ചത്? അതല്ല, മറിച്ചവരെന്താണ് ചെയ്തത്? കൂട്ടുകാരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് പറഞ്ഞു കൊടുക്കൂ സഹാബിമാരെ, അത് ഉടുമ്പിന്റെ മാംസമാണ്. സഹാബത്തത് പറഞ്ഞു കൊടുത്തപ്പോഴാണ് നബിതങ്ങൾക്ക് മനസ്സിലായത്, ഈ മാംസം എനിക്കിഷ്ടമില്ലാത്ത ഉടുമ്പിന്റെ മാംസമാണ്. അപ്പോഴാണ് അവിടുന്ന് കൈവലിച്ചത്. ഈ സംഭവം എന്താണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? സ്വഹാബത്തിന് ജീവിച്ചിരിക്കുന്ന നബിയോട് പോലുമുള്ള വിശ്വാസം എന്താണ്? എല്ലാം അറിയുമെന്നാണോ? എല്ലാം മനസ്സിലാക്കുമെന്നാണോ? അതോ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രം അറിയുമെന്നും അതല്ലാത്ത വിഷയങ്ങൾ അറിയില്ലെന്നുമാണോ അവർ വിശ്വസിച്ചത്? അവസാനം പറഞ്ഞതായിരുന്നു അവരുടെ വിശ്വാസം. അള്ളാഹ് അറിയിച്ചു കൊടുക്കുന്നത് അറിയും, അല്ലാത്തത് അറിയാൻ നബിതങ്ങൾക്ക് പോലും കഴിയൂല. ജീവിച്ചിരിക്കുന്ന കാലത്താ പറയുന്നത്. എങ്കിൽ പിന്നെ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഈ കുടകിൽ നിന്നുകൊണ്ട് നമ്മൾ വിളിക്കുമ്പോ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്നെ സഹായിക്കണേ എന്ന് വിളിക്കുമ്പോ ആ നബിതങ്ങൾ അത് കേൾക്കുമെന്നും നബിതങ്ങൾ എനിക്ക് ഉത്തരം തരുമെന്നും നബിതങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുമെന്നും എങ്ങനെയൊക്കെ വിശ്വസിക്കാൻ നമുക്ക് പാടുണ്ടോ? ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം. നമ്മൾ ഇത് അള്ളാന്റെ റസൂലിനെ കൊച്ചാക്കല,
ഇത് നബിതങ്ങളെ പരിഹസിക്കല അല്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹം അങ്ങനെയാ പ്രകടിപ്പിക്കേണ്ടത്. നബിതങ്ങൾ എന്താണോ പഠിപ്പിച്ചത് അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നബിതങ്ങൾ എങ്ങനെയാണോ ജീവിച്ച് സഹാബത്തിന് മാതൃക കാണിച്ചു കൊടുത്തത് അതാണ് നമ്മൾ പകർത്തേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു ഖബർ പോയി അതിന്മേൽ വസ്ത്രം കൊണ്ട് മൂടിയിട്ടുണ്ടോ? നമുക്കാരോടാ സ്നേഹം? നമുക്കാരോടാ പ്രിയമുള്ളവരെ സ്നേഹം? ഇസ്ലാമിൽ ഏതെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ ഖബർ ഭൂമിയുടെ സമതലത്തിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഉയർത്തപ്പെടാൻ പാടില്ലെന്നാണ് ഇസ്ലാമിന്റെ നിയമം. ആര് മരിച്ചാലും, അത് മഹാത്മാവാണെങ്കിലും നബിയാണെങ്കിലും പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും കുട്ടിയാണെങ്കിലും വൃദ്ധനാണെങ്കിലും ആരാണെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഖബറടക്കം നടത്തി കഴിഞ്ഞാൽ ആ ഖബറിൽ നിന്ന് കുഴിച്ച മണ്ണിന്റെ പുറത്തു നിന്ന് മണ്ണടിച്ചു കൊണ്ടുവന്നിടാതെ കുഴിച്ച മണ്ണ് കൊണ്ട് മാത്രം ആ ഖബർ മൂടിയിട്ട് ഭൂമിയുടെ സമതലത്തിൽ നിന്ന് ഒരു ചാണ് ഉയരത്തിൽ അപ്പുറം ഒരു ഖബറും ഉയർത്താൻ പാടില്ലെന്നാണ് ഇസ്ലാമിന്റെ നിയമം. ഇതാണ് നബിതങ്ങൾ പഠിപ്പിച്ചത്. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠകരമായ ഖബറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ. അതുപോലെ തൊട്ടടുത്തുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, അതിന്റെ തൊട്ടടുത്തുള്ള ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ. ആ മൂന്ന് ഖബറും ഇന്ന് നമുക്ക് പോയാൽ കാണാൻ കഴിയുമോ? കാണാൻ കഴിയില്ല. മദീനയിൽ എത്തി നോക്കിയാൽ അവിടെയുള്ള ഒരു റൂമിന്റെ അകത്തുള്ള മൂന്ന് ഖബറുകളും നമുക്ക് കാണാൻ കഴിയാത്ത നിലക്ക് 4-5 മറകൾക്കപ്പുറത്ത് ഭദ്രമായ നിലക്ക് മറക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ ഖബർ കാണാൻ അവസരം കിട്ടിയ മഹാന്മാര് പറയുന്നത്, ഞങ്ങൾ ആ 3 ഖബറുകളും കണ്ടപ്പോൾ ഭൂമിയിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഉയർത്തപ്പെട്ടതായി ആ 3 ഖബറുകളെയും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഇസ്ലാം. അതാണ് ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ബദരീങ്ങളിൽപ്പെട്ടവരെ മറമാടിയിട്ടില്ലേ? ഉഹദീങ്ങളിൽപ്പെട്ടവരെ മറമാടിയിട്ടില്ലേ? ഇത് ഉഹദ് ഷഹീദിന്റെ ഖബറാണ്, ഇത് ബദരീങ്ങളുടെ ഖബറാണെന്ന് പറഞ്ഞിട്ട് ഒരു വരി കല്ല് വെച്ചിട്ടെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ അത് കെട്ടിപ്പൊക്കിയിരുന്നോ? ഒരു വരി കല്ല് വെച്ചിട്ടെങ്കിലും കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ? അതിന്മേൽ പട്ട് മൂടിയിട്ടുണ്ടോ? അവിടെ വിളക്ക് കൊളുത്തിയിട്ടുണ്ടോ? അതിന്മേൽ തടവിയിട്ടുണ്ടോ? അതിന്മേൽ ചുംബനമർപ്പിച്ചിട്ടുണ്ടോ? അവിടെ പോയി എണ്ണ നേർച്ചയാക്കിയിട്ടുണ്ടോ? അവിടെ എണ്ണയൊഴിച്ചിട്ട് തിരികത്തിച്ചിട്ടുണ്ടോ? ആ ഖബറിന്റെ പുറത്ത് സുജൂദ് ചെയ്തിട്ടുണ്ടോ? അതിന്റെ ചുറ്റുഭാഗത്തും യാസീനോദിക്കൊണ്ടോ അല്ലാതെയോ പ്രദക്ഷിണം വെച്ചിട്ടുണ്ടോ? ചുറ്റി നടന്നിട്ടുണ്ടോ? അവരെ വിളിച്ചുകൊണ്ട് സങ്കടം പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല പ്രിയമുള്ളവരെ. അതാണ് ഇസ്ലാം. അതുകൊണ്ട് മുത്തുനബിയോടാണ് സ്നേഹമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് ഖബറാണ് കെട്ടിപ്പൊക്കിയതെന്ന് പറയട്ടെ. ഏത് ഖബറിങ്ങലാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളക്ക് കൊളുത്തിയതെന്ന് പറയട്ടെ. ഏത് ഖബറിന്റെ തലക്ക് ഭാഗത്താണ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാടിക്കവഞ്ചി അതല്ലെങ്കിൽ നേർച്ചപ്പെട്ടി സ്ഥാപിച്ചതെന്ന് പറയട്ടെ. ഏത് ഖബറിങ്ങലാണ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറൂസ് നടത്തിയതെന്ന് പറയട്ടെ. ഏത് ഖബറിങ്ങൽ അടുത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആട്ടിനെ അറുത്തതെന്ന് പറയട്ടെ. ഉള്ളാളം ദർഗയുടെ പരിസരത്ത് വെച്ച് ഉള്ളാളത്തെ സയ്യിദ് മദനിയുടെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആടുകളെ ബലിയറുക്കുന്നില്ലേ? അതുപോലെ പലരുടെയും പ്രീതിക്ക് വേണ്ടി പലർക്കും വേണ്ടി ബലിയർപ്പണം നടത്തുന്നില്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാരോ പ്രവാചകരോ ഏത് നബിമാരുടെ പേരിലാണ് സത്യം ചെയ്തിട്ടുള്ളതെന്ന് പറയട്ടെ. അല്ലാഹുവിന്റെ പേരിലല്ലാതെ അവരാരെങ്കിലും സത്യം ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഇന്ന് ആരെയാ പേടിക്കുന്നത്? പള്ളിക്കകത്ത് കയറിയാൽ പേടിയില്ല, പള്ളിയുടെ അകത്ത് കയറിയാൽ ബീഡി വലിക്കാൻ പോലും പേടിയില്ലാത്തവർ, അവിടെ വെച്ച് പൊട്ടിച്ചിരിക്കുന്നവർ, അവിടെ വെച്ച് ഉറക്ക വർത്തമാനം പറയുന്നവർ, അവിടെ ഇരുന്ന് കൂട്ടത്തിൽ ചിരിച്ചു കളിക്കുന്നവർ, അതേ അവസരത്തിൽ ദർഗയിലേക്ക് കയറിയാൽ ശ്വാസം വിടുന്ന ശബ്ദം പോലും പുറത്ത് കേൾക്കുന്നില്ല. അവിടെ ചിരിക്കാൻ അവർക്ക് ധൈര്യമില്ല, അവിടെ വെച്ച് വർത്തമാനം പറയില്ല. അവിടെ അതാ പഞ്ചപുച്ഛമടക്കി വളരെ പേടിച്ചിട്ടാണ് അവർ ദർഗയിൽ നിന്ന് പുറത്തു പോരുന്നത്. ആരെയാ നമുക്ക് പേടി പ്രിയമുള്ളവരെ? അല്ലാഹനെയാണോ പേടിക്കുന്നത്? അതോ പടപ്പുകളെയാണോ പേടിക്കുന്നത്? അല്ലാഹനെയാണോ സ്നേഹിക്കുന്നത്? അതോ പടപ്പുകളെയാണോ
സ്നേഹിക്കുന്നത്? അല്ലാഹി വല്ലാ, അല്ലാഹനെ തന്നെയാണ് സത്യം, ഞാനത് ചെയ്തിട്ടില്ല, ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ ആർക്കും ഇന്നൊരു പേടിയുമില്ല. അല്ലാഹന്റെ പേരിൽ എന്ത് കളവും ചെയ്തുകൊണ്ട് സത്യം പറയും, അല്ലാഹന്റെ പേരിൽ എന്ത് കള്ളസത്യവും ചെയ്യുന്ന മനുഷ്യന്മാര് ദർഗയിൽ പോയിട്ട് അവിടെയുള്ള ശൈഖിനെ കൊണ്ടൊന്ന് സത്യം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അവന്റെ കൈകാലുകൾ വിറകൊണ്ട് കൂട്ടിയിടിക്കും. അവൻ ദർഗയിലേക്ക് പോകില്ല, അവൻ ആ സത്യത്തിന് നിൽക്കില്ല. കാരണം അവൻ പടച്ചവനേക്കാൾ പടപ്പുകളെയാണ് പേടിക്കുന്നത്. അതേ അവസരത്തിൽ മുഅ്മിനീങ്ങൾ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മുഅ്മിനീങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്നത് അല്ലാഹനെ തന്നെ. അതേ അവസരത്തിൽ അല്ലാഹന്റെ പേരിൽ ഏത് കള്ളസത്യവും ചെയ്യാൻ പേടിയില്ല. ദർഗയിൽ കിടക്കുന്ന ശൈഖിന്റെ പേരിൽ ദർഗയിൽ പോയിട്ട് കള്ളസത്യം ചെയ്യാൻ പേടിയുമാണ്. ആരോടാ ഇത് പേടിക്കുന്നത്? ആരെയാണ് ഭയപ്പെടുന്നത്? പറയൂ പ്രിയമുള്ളവരെ, കക്ഷിത്വങ്ങളും അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള ആക്ഷേപങ്ങളും വെറുപ്പുകളും ഒക്കെ മനസ്സില്ലെന്ന് മാറ്റിവെച്ചുകൊണ്ട് ഒന്ന് നന്നായി ചിന്തിക്കൂ. മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി ഒരിക്കൽ സ്വലാത്ത് ചൊല്ലിയാൽ 10 പുണ്യമാണ് അല്ലാഹു ഓഫർ ചെയ്തിട്ടുള്ളതെങ്കിൽ അത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്ന, നമ്മുടെ ബാപ്പയെക്കാളും സ്നേഹിക്കുന്ന, ഉമ്മയെക്കാളും സ്നേഹിക്കുന്ന, നമ്മുടെ ജീവനേക്കാളും സ്നേഹിക്കുന്ന മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജാറവും കെട്ടിപ്പടുത്തിട്ടില്ലെങ്കിൽ, ഒരു ജാറത്തിലും നിലവിളക്ക് വെച്ചിട്ടില്ലെങ്കിൽ, ഒരു ജാറത്തിന്റെ പേരിലും സത്യം ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു ജാറവും മൂടിയിട്ടില്ലെങ്കിൽ, ഒരു ജാറത്തിലേക്കും നേർച്ച കൊടുത്തിട്ടില്ലെങ്കിൽ, ഒരു ജാറത്തിലും പോയി സത്യം ചെയ്തിട്ടില്ലെങ്കിൽ, എന്തിനാ പ്രിയമുള്ളവരെ നമ്മൾ ഈ ദർഗയിൽ പോയിട്ട് ഇത്തരത്തിലുള്ള ഇസ്ലാമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്? അത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമാണോ? നബിതങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഒരാൾക്ക് നമുക്ക് നമ്മുടെ ബാപ്പയോട് സ്നേഹമുണ്ടെങ്കിൽ ആ ബാപ്പ മരിക്കുന്ന നേരത്ത് പറഞ്ഞ വസിയത്തെങ്കിലും പാലിക്കാത്ത മക്കളുണ്ടാകുമോ? എന്റെ ബാപ്പ മരിക്കുന്ന നേരത്ത് പറഞ്ഞൊരു കാര്യമാണ്, അതെങ്കിലും ഞാൻ കേൾക്കട്ടെ എന്ന് ഏത് അനുസരണയില്ലാത്ത മക്കളും പറയില്ലേ? എന്നാൽ മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വഫാത്താകുന്ന അവസാനത്തെ സമയങ്ങളിൽ അവിടുന്ന് എന്താ ലോകത്തോട് പറഞ്ഞത്? അതേ, യഹൂദികൾക്കും നസറാനികൾക്കും അള്ളാഹുവിന്റെ ശാപമുണ്ടാകാൻ കാരണം അവർ അവരുടെ അമ്പിയാക്കളുടെയും പുണ്യാളന്മാരുടെയും ഖബർസ്ഥാനുകളെ ആരാധനാലയങ്ങളാക്കി മാറ്റിയവരാണ്. അതുകൊണ്ട് സമുദായമേ, ഞാനിതാ നിങ്ങളോടത് വിരോധിക്കുന്നു, ഇത് പാടില്ലെന്ന് ഞാൻ നിങ്ങളോട് ശക്തമായി വിലക്കുന്നു എന്ന് വഫാത്തിനോടടുത്ത നേരത്ത് മഹാനായ നമ്മുടെ നേതാവ്, നമ്മൾ ജീവനേക്കാൾ സ്നേഹിക്കുന്ന നമ്മുടെ നേതാവ് ഒരു വസിയത്ത് നമ്മോട് പറഞ്ഞിട്ട് ആ നബിതങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന കക്ഷികളതാ, മഹാന്മാരെന്ന് പറയുന്ന ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ജാറം കെട്ടിപ്പടുക്കുന്നു, അതിന്മേൽ പട്ടുകൊണ്ട് മൂടുന്നു, അവിടെ നിലവിളക്ക് കൊളുത്തുന്നു, അവർക്ക് നേർച്ച കൊടുക്കുന്നു, ആ ഖബർ പോയി ചുംബിക്കുന്നു, ആ ഖബർ തൊട്ട് തടവുന്നു, രോഗം മാറ്റിത്തരണേ എന്നവിടെ പോയി കരഞ്ഞു പറയുന്നു, ആ ഖബറിന്റെ ചുറ്റും ഇങ്ങനെ നടക്കുന്നു, തവാഫ് ചെയ്യുന്നു, അങ്ങോട്ട് കാണിക്കപ്പെട്ടിയിൽ നേർച്ചപ്പെട്ടിയിൽ പണമെറിഞ്ഞു കൊടുക്കുന്നു. ഇസ്ലാമിന്റെ പ്രവാചകനോ സഹാബിമാരോ ഇങ്ങനെ ഒരു സമ്പ്രദായം പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആനിലുണ്ടോ? സ്വഹീഹായ ഹദീസുകളിലുണ്ടോ? ബുദ്ധി ഒരാളുടെയും മുമ്പിൽ പണയം വെച്ചിട്ടില്ലാത്ത എന്റെ മാന്യരായ ശ്രോതാക്കളൊന്ന് 1000 വട്ടം ചിന്തിക്കണേ. വളരെ വിനയത്തോടെ ഞാൻ എന്റെ സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു. അതല്ലാതെ ഇവിടെ ഔലിയാക്കളോട് ആർക്കാ വെറുപ്പ്? ഔലിയാക്കൾ ഇല്ലെന്ന് പറയുന്നുണ്ടോ? ഔലിയാക്കളുണ്ട് പ്രിയമുള്ളവരെ, എല്ലാ കാലത്തുമുണ്ട്. നമുക്കും ഔലിയാക്കളാകാൻ സാധിക്കും. എങ്ങനെ? അള്ളാഹു പറയുന്നത്, അല്ല പറഞ്ഞതുപോലെ ശരിക്ക് ജീവിക്കുന്നവരൊക്കെ അള്ളാന്റെ ഔലിയാക്കളാണ്. അള്ളാഹുവിനെ ശരിക്ക് വിശ്വസിച്ച് അല്ല പറയും പോലെ ജീവിതത്തിൽ ഹറാമുകളൊന്നും ചെയ്യാതെ വളരെ കൃത്യമായി റബ്ബ് പഠിപ്പിച്ചതുപോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി തഖ്വയോടെ ജീവിക്കുന്ന ആളുകൾക്കാണ് ഔലിയാക്കൾ എന്ന് പറയുന്നത്. അവരിലൂടെ അള്ളാഹു കറാമത്തുകൾ പ്രകടിപ്പിക്കും. പക്ഷേ ആ കറാമത്തുകൾ
പ്രകടമായി കാണുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ആരോടാ അതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? ആരോടാണ് ആ കാര്യം കാണുമ്പോൾ നമ്മൾ തേടേണ്ടത്? ഞാനൊരു സംഭവം ഓർമ്മപ്പെടുത്തട്ടെ പ്രിയമുള്ളവരെ. മുജാഹിദുകളെ പറ്റി, സലഫികളെ പറ്റി പലരും പറയും അവർ ഔലിയാക്കളെ തള്ളും, ഔലിയാക്കളെ തെറി പറയും, കറാമത്ത് വിശ്വസിക്കൂല, കറാമത്തില്ലെന്നാണ് പറയുന്നത് എന്നൊക്കെ പലരും പറയുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരൊറ്റ സംഭവം പറയട്ടെ. മറിയം റളിയല്ലാഹു അൻഹാ മഹദിയായ ബീവിയാണ്. ആ മറിയം ബീവി വളർന്നത് ഒരു പള്ളിയിലാണ്, ബൈത്തുൽ മുഖദ്ദസിലാണ്. ആ ബൈത്തുൽ മുഖദ്ദസിൽ മറിയം ബീവി എന്ന മഹദി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മഹദിയെ പരിചരിക്കുന്നതും അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുത്ത് അവർക്ക് വേണ്ട സംരക്ഷണമൊക്കെ കൊടുത്തിരുന്ന ഒരു നബി ഉണ്ടായിരുന്നു, സക്കരിയ അലൈഹിസ്സലാം. അങ്ങനെ സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിയെ സന്ദർശിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോ, മറിയം ബീവിയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോ മറിയം ബീവിയുടെ സമീപത്ത് ആ നാട്ടിൽ അന്നൊന്നും കാണുകയോ കിട്ടുകയോ ചെയ്യാത്ത ഫ്രൂട്ട്സുകളും പഴങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ അങ്ങനെ ഇരിക്കും. ആ സമയത്ത് കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ ഖാല യാ മർയമു അന്നാ ലകി ഹദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. സക്കരിയ അലൈഹിസ്സലാം കാണുന്നതെന്താണ്? ഒരത്ഭുതം കാണുകയാണ്. ആ പ്രദേശത്തൊന്നും കിട്ടാത്ത ഭക്ഷണങ്ങളും പഴങ്ങളുമൊക്കെ ബീവിയുടെ സമീപത്ത് കാണുകയാണ്. ബീവിയോട് സക്കരിയ നബി ചോദിച്ചു, എവിടുന്ന് കിട്ടി മറിയമേ ഇതൊക്കെ? മറിയം ബീവി പറഞ്ഞു, അതൊക്കെ അല്ലാഹ് തന്നതാണ്, അള്ളാന്റെ അടുക്കൽ നിന്നാണ്. മഹദിക്ക് ആദരിച്ചുകൊണ്ട് അള്ളാഹു കൊടുത്ത പ്രത്യേകമായ രൂപത്തിലുള്ള ഫ്രൂട്ട്സും പഴങ്ങളും അതുപോലെ തന്നെ ഭക്ഷണങ്ങളുമൊക്കെയാണ് ആ മുമ്പിൽ നിരന്നിരിക്കുന്നത്. അപ്പൊ സക്കരിയ അലൈഹിസ്സലാം കണ്ണുകൊണ്ട് കാണുകയാണ്. ബീവിയുടെ സമീപത്ത് കറാമത്ത് കാണുന്നു. ബീവിയെ അനുഗ്രഹിച്ചുകൊണ്ട് അല്ലാഹ് കൊടുത്ത സഹായങ്ങൾ നേരിട്ട് സക്കരിയ നബി കണ്ടപ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാമിന് പണ്ടേ മനസ്സിലൊരു മോഹമുണ്ട്. ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല ഇതുവരെ, ഒരു സന്താനത്തെ തരണേ. ആ ആഗ്രഹത്തോടെ നടക്കുന്ന നബിയാണ് സക്കരിയ നബി അലൈഹിസ്സലാം. ഈ കറാമത്ത് കണ്ടപ്പോ, ഓ മറിയമേ, നിങ്ങൾക്ക് കറാമത്തുള്ള ബീവിയല്ലേ, എനിക്കൊരുപാട് കാലമായിട്ടൊരു മോഹമുണ്ട്, ഒരു സന്താനത്തെ എനിക്ക് കിട്ടിയിട്ടില്ല ബീവി, എനിക്കൊരു സന്താനത്തെ തരണേ എന്ന് മറിയം ബീവിയോട് സക്കരിയ നബി കറാമത്ത് കണ്ടപ്പോ മറിയം ബീവിയോട് ചോദിച്ചുവോ? ഇല്ലെന്നാണ് ഖുർആൻ പറയുന്നത്. അത് കണ്ടപ്പോൾ ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു, അവിടെ വെച്ച് സക്കരിയ നബി ഈ ഫ്രൂട്ട്സുകളും പലഹാരങ്ങളും ഒക്കെ ബീവിക്ക് ഇറക്കിക്കൊടുത്ത ആ റബ്ബുണ്ടല്ലോ, ആ റബ്ബിന് എനിക്ക് സന്താനത്തെ തരാൻ കഴിയും എന്നുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ റബ്ബിനോട് തേടുന്നു. ഹുനാലിക ദഅ സക്കരിയ മറിയം, സക്കരിയ നബി മറിയം ബീവിയോട് തേടി എന്നല്ല, മറിയം ബീവിയെ വിളിച്ചു ദുആയിരുന്നു എന്നല്ല, മറിയം ബീവിയോട് ആലാദി പറഞ്ഞു എന്നല്ല, മറിച്ച് ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു, അദ്ദേഹത്തിന്റെ റബ്ബിനെ, അവർ അദ്ദേഹത്തിന്റെയും മറിയം ബീവിയുടെയും പ്രപഞ്ചത്തിന്റെയും മുഴുവനും പരിപാലകനായ യജമാനനായ റബ്ബിനോട് തേടുകയാണ്. റബ്ബേ, നീ എനിക്കൊരു സന്താനത്തെ തരണേ. ഇതാണ് സലഫികൾ പറയുന്നത്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഇപ്പൊ സലഫികൾ എന്താ സമൂഹത്തോട് പഠിപ്പിക്കുന്നത്? ഔലിയാക്കൾ ഇല്ലാന്നാണോ? ഉണ്ട്, ഔലിയാക്കൾ ഉണ്ട്. കറാമത്തില്ലാന്നാണോ? ഉണ്ട് എന്നല്ലേ ഞാൻ പറഞ്ഞത്. കറാമത്ത് ഉണ്ടായില്ലേ? മറിയം ബീവിക്ക് കറാമത്ത് ഉണ്ടായില്ലേ? അവിടെ അള്ളാഹു അന്നൊന്നും കിട്ടാത്ത ഫ്രൂട്ട്സ് കൊടുത്തില്ലേ? അതൊന്നുമല്ല തർക്കം. പിന്നെന്താ പ്രശ്നം? കറാമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന മഹാന്മാരിലൂടെ അവൻ കൊടുക്കുന്ന സംഗതികളാണ്. അതൊക്കെ ആർക്കെങ്കിലും അല്ലാഹു തആല അങ്ങനെ ആ രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ ഏതെങ്കിലും അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നം വരുമ്പോ ഇവരോടല്ല ചോദിക്കേണ്ടത് ആ കറാമത്തുകളൊക്കെ നൽകിയിട്ടുള്ള അല്ലാഹുവിനോട് മാത്രമാണ്. അതല്ലേ സക്കരിയ നബി പഠിപ്പിച്ചത്? അതല്ലെങ്കിൽ ഈ കറാമത്ത് കണ്ട നേരത്ത് ഇത് തന്നെയാണ് നല്ല തക്കം എന്ന് വിചാരിച്ചിട്ട് മറിയം ബീവിയോടല്ലല്ലോ തേടിയത്, മറിച്ച് തേടിയത് അല്ലാഹുവിനോട് മാത്രമാണ്.
ഇങ്ങനെ നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ നബിമാരുടെ ഒക്കെ പ്രാർത്ഥന എടുത്തു നോക്കൂ സുഹൃത്തുക്കളെ. വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കണം. വിശുദ്ധ ഖുർആൻ എല്ലാ ഭാഷകളിലും ഇന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് മുസ്ലിമീങ്ങൾക്ക് മാത്രം വായിക്കാനുള്ള ഗ്രന്ഥമല്ല, എല്ലാവരും വായിക്കണം. ഇന്ന് ലോകത്തുള്ള മിക്ക ഭാഷകളിലും പരിശുദ്ധ ഖുർആൻ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിലുണ്ട്. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹത്താൽ ഈ കർണാടകത്തിൽ കന്നഡയിലുള്ള ഈ ഖുർആൻ പരിഭാഷ നിങ്ങളിത് വാങ്ങണം. എല്ലാവരും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്, നിങ്ങൾ ഈ ഖുർആൻ പരിഭാഷ വാങ്ങണം. കന്നഡയിലുള്ള ഈ പരിഭാഷ വാങ്ങ്. എന്നിട്ട് ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ബഹുമാനത്തോടെ എനിക്ക് ഹിദായത്ത് കിട്ടണേ, എനിക്ക് വെളിച്ചം കിട്ടണേ എന്ന ശരിയായ ഉദ്ദേശത്തോടെ ഒന്ന് വായിക്ക്. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ സന്മാർഗത്തിലെത്തിക്കും, സംശയമില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ ഗ്രന്ഥം നിങ്ങൾ പഠിക്കുമ്പോ ആ ഗ്രന്ഥത്തിൽ നിങ്ങൾ മുഴുവനും പരിശോധിച്ചു നോക്ക്. 25ഓളം നബിമാരുടെ പേര് ഖുർആനിലുണ്ട്. ആ 25 നബിമാരിൽ പല പ്രവാചകന്മാരും പല ഘട്ടങ്ങളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളും ആ ഖുർആനിലുണ്ട്. ഏതെങ്കിലും ഒരു പ്രാർത്ഥന സൃഷ്ടികളോട് കാണാൻ കഴിയുമോ? ഇല്ല. മറിച്ച് സൃഷ്ടാവിനോട് മാത്രമേ തേടിയിട്ടുള്ളൂ. ആദം നബി തേടിയ റബ്ബ്, നൂഹ് നബി തേടിയ റബ്ബ്, ഹൂദ് നബിയും സാലിഹ് നബിയും ശുഐബ് നബിയും തേടിയ റബ്ബ്, മൂസാ നബിയും ഈസാ നബിയും ഇബ്രാഹിം നബിയും തേടിയ റബ്ബ്, സക്കരിയ നബിയും ഇസ്മായിൽ നബിയും അതുപോലെ തന്നെ യാക്കൂബ് നബിയും തേടിയ റബ്ബ്, യൂസുഫ് നബി തേടിയ റബ്ബ്, അതുപോലെയുള്ള ധാരാളക്കണക്കിന് മഹാന്മാരായ ഔലിയാക്കളെ മുഴുവനും വിളിച്ച് തേടിയ റബ്ബ്. ആ റബ്ബിനോട് മാത്രമേ തേടാവൂ സൃഷ്ടികളെ. ഒരു സൃഷ്ടികളോടും തേടാൻ പാടില്ല. നബിയോടും തേടിക്കൂടാ, മലക്കിനോടും തേടിക്കൂടാ, ജിന്നിനോടും തേടിക്കൂടാ, കല്ലിനോടും തേടിക്കൂടാ, മരത്തോടും തേടിക്കൂടാ, പാമ്പിനോടും തേടിക്കൂടാ, പശുവിനോടും തേടിക്കൂടാ, ഒരു വസ്തുവിനോടും തേടിക്കൂടാ, ഒരു ജീവിയോടും തേടിക്കൂടാ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഒന്നേയുള്ളൂ. ആ റബ്ബിനെ മാത്രം വിളിച്ചു തേടൂ, അവനെ മാത്രം ആരാധിക്കൂ. കാരണം അവനേ സൃഷ്ടാവുള്ളൂ, മറ്റുള്ളതൊക്കെ സൃഷ്ടികളാണ്. ഈ സത്യമാ പറയുന്നത്. ഇതിലെവിടെയാ ഔലിയാക്കളെ ചീത്ത പറയല്? എന്നാൽ ചില സുഹൃത്തുക്കളെ ഞങ്ങൾ ചില ഔലിയാക്കന്മാരെ അംഗീകരിക്കൂല. അതേത് ഔലിയാക്കളാ? ഡ്യൂപ്ലിക്കറ്റ് ഔലിയാക്കളുണ്ട്. എന്തിനുമില്ലേ ഡ്യൂപ്ലിക്കറ്റ്? ലോകത്ത് അതാ നല്ല പഠിച്ചറിഞ്ഞ ഡോക്ടർമാരുണ്ട്, അതേ അവസരത്തിൽ വ്യാജ ഡോക്ടർമാരുമുണ്ട്, അഡ്വക്കറ്റുമാരുണ്ട്, വ്യാജ വക്കീലുമാരുമുണ്ട്. ഏതിനാ ഡ്യൂപ്ലിക്കറ്റ് ഇല്ലാത്തത്? വെളിച്ചെണ്ണ വരെ ഡ്യൂപ്ലിക്കറ്റ്, അരി വരെ പ്ലാസ്റ്റിക്കിന്റെ അരി ഇറങ്ങുന്ന കാലം. പലതിലും മായം ഇപ്പോൾ കേൾക്കുന്നു. കോഴിമുട്ട പോലും വിശ്വസിച്ച് വാങ്ങിക്കൂടാ. ചൈനീസ് കോഴിമുട്ട, പ്ലാസ്റ്റിക് കോഴിമുട്ട പോലും ഉണ്ട് പോലും. അങ്ങനെ ഏതിലാ വ്യാജനില്ലാത്തത്? ഏതിലാ ഡ്യൂപ്ലിക്കറ്റ് ഇല്ലാത്തത്? അതിന്റെ അർത്ഥം ഒറിജിനൽ ഇല്ലെന്നാണോ? ഡ്യൂപ്ലിക്കറ്റ് വാങ്ങരുതെന്ന് പറയുമ്പോ കണ്ടോ ഈ മൗലവി ഒറിജിനൽ കോഴിമുട്ടയെ ചീത്ത പറയുകയാണെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? എങ്കിൽ ഔലിയാക്കൾ എന്ന പേരിൽ ചിലരൊക്കെ നടക്കുന്നുണ്ട്. ആ ഡ്യൂപ്ലിക്കറ്റുകളെ സൂക്ഷിക്കണം എന്ന് സലഫികളതാ പരലോകത്തെ ജനങ്ങളോട് പരിചയപ്പെടുത്തുമ്പോ പറയുന്നുണ്ട്. അതിൽ ഞങ്ങളൊരാളെയും ഭയപ്പെടാറില്ല. അതിൽപ്പെട്ടതാണ് അവർ പറയുമെന്ത്? ഔലിയാക്കളായാൽ പിന്നെ നിസ്കരിച്ചോളണമെന്നില്ല, നോമ്പെടുത്തോളണമെന്നില്ല. ഔലിയാക്കള് പള്ളിയിൽ പോകൂല, ജുമാക്ക് പോകൂല, ജമാഅത്തിന് പോകൂല. അതേ കോഴിക്കോട് ജില്ലയിലെ മടവൂരിലുള്ള CM മടവൂര് നിസ്കരിക്കാൻ പോകൂല പോലും, നോമ്പെടുക്കൂല പോലും. ഒരാൾ പോയിട്ട് ചോദിച്ചു, അല്ലയോ CM മടവൂരെ, നിങ്ങൾ എന്താണ് നിസ്കാരത്തിന് പോകാത്തത്? നിങ്ങൾ എന്താണ് ജുമാക്ക് വരാത്തത്? നിങ്ങൾ എന്താണ് പള്ളിയിൽ 5 നേരത്തെ നിസ്കാരത്തിന് വരാത്തത് എന്താണ് എന്ന് CM മടവൂരിനോട് പോയിട്ട് ചോദിക്കുമ്പോ ഇയാളെ റൂമിന്റെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് CM മടവൂര് അയാളുടെ കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്ത പോലും കൈ ഇങ്ങനെ നിവർത്തി കാണിച്ചപ്പോൾ ചോദിക്കാൻ വന്നയാൾ കാണുന്നത് ആ കൈപ്പത്തിയിൽ ഒരു സ്ക്രീൻ ഇങ്ങനെ തെളിയുന്നു. ആ സ്ക്രീനിലേക്ക് നോക്കുമ്പോ പരിശുദ്ധ കഅബ കാണുന്നു. കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് വെച്ച് CM ഇമാമായി നിസ്കരിക്കുന്നു. അതുകൊണ്ട് ഔലിയപ്പാപ്പ നിസ്കരിച്ചിട്ടില്ലെങ്കിലും കുറ്റം പറഞ്ഞുകൂടാ. കാരണം അവർ ഇവിടെയുള്ള തടി നിസ്കരിക്കൂലെങ്കിലും അവരതാ മക്കാ ഹറമിൽ ഇബാദത്തിൽ തന്നെ
അവരും അമ്പുറത്ത് നിന്ന് ഇശാ നിസ്കരിച്ചിട്ട് സുബഹി നിസ്കരിക്കാൻ വേണ്ടി ഹറമിലേക്ക് മുങ്ങുന്നവരാണ്. അതുകൊണ്ട് സുബഹിക്ക് പള്ളിയിൽ കണ്ടിട്ടില്ലെങ്കിലും കുറ്റം പറയാൻ പറ്റൂല. CM മടവൂര് റമദാനിൽ പച്ചപ്പകല് ചായ കുടിക്കുന്നു, നോമ്പ് മുറിക്കുന്നു, ആളുകളുടെ നോമ്പ് മുറിപ്പിക്കുന്നു, കാണാൻ വരുന്നവർക്ക് കുടിച്ചതിന്റെ ബാക്കി ചായ കൊടുക്കുന്നു, സ്വർണത്തിന്റെ ചെയിന് ധരിക്കുന്നു, സിഗരറ്റ് വലിച്ചൂതുന്നു. ഒരു പുരുഷന് സ്വർണത്തിന്റെ ചെയിന് ധരിക്കാൻ പാടുണ്ടോ? സ്വർണത്തിന്റെ ആഭരണം പുരുഷന് ധരിക്കാൻ പാടുണ്ടോ? സിഗരറ്റ് വലിക്കാൻ പാടുണ്ടോ? അതെ, നിസ്കാരത്തിന് പള്ളിയിൽ പോകാതെ എന്തേ പോകാത്തതെന്ന് ചോദിക്കുമ്പോ വാതിലടച്ച് റൂമിലേക്ക് പറഞ്ഞിട്ട് വാതിലിലേക്ക് നോക്കിക്കോ എന്ന് പറയുന്നു. വാതിലിൽ ഒരു സ്ക്രീന് തെളിയുന്നു. CM മക്കത്ത് ഇമാമത്ത് നിൽക്കുന്നു. എത്ര കള്ളത്തരങ്ങളായ എഴുതിവിടുന്നത്! ഇത്തരം ഔലിയാക്കളെ സലഫികൾ അംഗീകരിക്കൂല. അവര് അല്ലാഹുവിന്റെ ഔലിയാക്കളല്ല, മറിച്ച് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധം കെട്ട് കിടന്ന് ബോധം തെളിഞ്ഞ നേരത്ത് പോലും ചോദിച്ചിട്ടുണ്ട്, നിസ്കാരം കഴിഞ്ഞോ സഹാബിമാരെ? നിസ്കാരം എന്ന് ബോധം തെളിയുമ്പോഴൊക്കെ ഹബീബ് ചോദിക്കുന്നു. ആയുസ്സും ആഫിയത്തുള്ള സമയത്തൊക്കെ അള്ളാന്റെ റസൂല് പള്ളിയിൽ പോയിട്ടുണ്ട്. ഒരു വഖത്ത് കുറഞ്ഞിട്ടില്ല, ഒരു വഖത്ത് ഒഴിവായിട്ടില്ല. അവസാന കാലത്ത് ശരീരം നന്നേ ക്ഷീണിച്ച് തളർന്ന് കിടക്കുകയാണ്. നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ ബോധം കെട്ടി വീഴുകയാണ്. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് തലയിൽ വെള്ളമൊഴിച്ചു കൊടുക്കുന്നു, അവിടുത്തെ ബോധം തെളിയുന്നു. ഉടനെ ചോദിക്കുകയാണ്, നിസ്കാരം കഴിഞ്ഞോ? സഹാബത്ത് പറയുന്നു, ഇല്ല നബിയേ, അവര് നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ അല്പം ഒരു സുഖം തോന്നിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ മദീനത്തെ പള്ളിയുടെ തൊട്ടപ്പുറത്തെ റൂമിൽ തന്നെ വീടുള്ള ആ വീട്ടിൽ നിന്ന് രണ്ട് സഹാബിമാരുടെ ചുമലിൽ ഇങ്ങനെ കൈപിടിച്ചുകൊണ്ട് ചുമലിൽ കൈയിട്ടുകൊണ്ട് അവിടുത്തെ കാലുപോലും മണ്ണിൽ നിലത്തുറക്കുന്നില്ല. ആ പെരുവിരൽ ഇങ്ങനെ വലിച്ച് പള്ളിയിലേക്ക് നടന്നു പോയപ്പോ ഹബീബ് നടന്നു പോയയിടത്ത് മണലിൽ ഒരു വര കാണുന്നു. എന്താ കാരണം? കാല് മുഴുവനും പോലും നിലത്ത് വെക്കാൻ ആരോഗ്യമില്ലാത്ത നേരത്ത് പോലും രണ്ട് സഹാബിമാരുടെ ചുമലിൽ കൈയിട്ടുകൊണ്ട് വേച്ച് മദീനത്തെ പള്ളിയിലെത്തി. നിസ്കാരത്തിന് ഭംഗം വരരുതെന്ന് വിചാരിച്ച മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേര് കേൾക്കുമ്പോൾ മുഴുവനും സ്വലാത്ത് ചൊല്ലിക്കോ. ഓരോ തവണ സ്വലാത്തിന് അള്ളാന്റെ ഹബീബിന് വേണ്ടി ചോദിക്കുമ്പോഴും അല്ലാഹു തആല നമുക്ക് 10 പുണ്യമാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. അത് മറക്കരുത് പ്രിയമുള്ളവരെ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഒരിക്കലും നിസ്കരിക്കുന്നത് സഹാബത്ത് കാണാതിരുന്നിട്ടില്ല. അതേ അവസരത്തിൽ ഇന്നുള്ള CM മടവൂരിനെ പോലെ അതുപോലെ തന്നെ പല ആളുകളുമെന്ന് അവര് നിസ്കരിക്കുന്നത് കാണൂല പോലും. അവര് അതേ ഇവിടെയുള്ള തടി ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്കൊക്കെ 40 തടിയാണ് പോലും, 100 തടിയാണ് പോലും, 360 തടിയാണ് പോലും. മക്കത്തും അവരുണ്ട്, അതേ സമയത്ത് മുക്കത്തും അവരുണ്ട്, കോഴിക്കോടും അവരുണ്ട്, പാലക്കാടും അവരുണ്ട്. ഒരേ സമയത്ത് ഒരേ ആളുകളതാ പല സ്ഥലത്ത് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു. അവർക്കൊരുപാട് തടിയാണ്. അത്തരം കള്ളൗലിയാക്കളെ സലഫികൾ അംഗീകരിക്കൂല. കാരണം ഞങ്ങൾ വിശ്വസിക്കുന്ന ഏറ്റവും വലിയ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയപ്പോൾ ഒരൊറ്റ തടിയേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് മക്കത്ത് നിന്ന് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയത്. ആ പ്രവാചകനേക്കാളപ്പുറമുള്ള ആളുകളാണോ ഇന്നുള്ള കമ്പനി? ഇന്നുള്ള ആളുകൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ആലോചിക്കണം. ഇത്തരം ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ അംഗീകരിക്കൂല. ചില ഔലിയാക്കന്മാരെ പറ്റി ഈ മുസ്ലിയാക്കന്മാരുടെ കിതാബിലുള്ളത് എന്താണെന്നറിയോ? മലക്കുൽ മൗത്തിനെ പിടിച്ച് ഭീഷണിപ്പെടുത്തി. അങ്ങനത്തെ ഔലിയാക്കന്മാരെ ഞങ്ങൾ തള്ളും. ആ ഔലിയാക്കന്മാരെ ഞങ്ങൾ അംഗീകരിക്കൂല. മലക്കുൽ മൗത്തിനോട് വിളിച്ചിട്ട് പറയാ, എന്റെ റൂഹ്, എന്റെ മുരീദിന്റെ റൂഹാ പിടിച്ചിട്ടുള്ളത്, ഇപ്പം തന്നോളണം, തിരിച്ചു കൊടുക്കണം.
എന്റെ മുരീദിന്റെ, എന്റെ ഇഷ്ടപ്പെട്ട ആളുടെ ആത്മാവ് പിടിക്കാൻ പാടില്ല, പിടിച്ചെങ്കിൽ അത് തിരിച്ചു കൊടുക്കണമെന്ന്. കൊടുക്കാൻ പറ്റൂലല്ലോ, ഞാനിപ്പോ അള്ളാന്റെ കൽപ്പന പ്രകാരം പിടിച്ചു കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞപ്പോ ഒരൊറ്റ തട്ടാണത്രേ ആ ആത്മാവിന്റെ കൊട്ടകള്. അങ്ങനെയാണ് ആ കൊട്ടയാണ് തട്ടിയിട്ട് അന്ന് പിടിച്ചുള്ള റുഹുകളൊക്കെയും ഉണ്ടന്ത കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ, തുറന്നിട്ടത് തന്നിൽ ഉള്ള ഉയരുകളെ തുള്ളി പറപ്പിച്ച് പാച്ചി വിടുത്തോവർ. മുഹീദ്ദീൻ മാല എന്ന് പറയുന്ന പുതിയ മുഹീദ്ദീൻ മാലയിൽ മുഹീദ്ദീൻ ശൈഖദ റൂഹിന്റെ കൊട്ട തട്ടി എന്ന് പറയുന്നു. അത് ഞങ്ങൾ അംഗീകരിക്കൂല. വേറൊരു ശൈഖിനെ കുറിച്ച് ഇവരുടെ ഒരു കിതാബിൽ പറയുന്നു, ആ ശൈഖിന്റെ പിന്നാലെ കുറെ കുട്ടികൾ ഇങ്ങനെ പരിഹസിച്ച് നടന്നപ്പോ 50 കുട്ടികളുണ്ട് പോലും. അപ്പോൾ ഇയാൾക്ക് ദേഷ്യം പിടിച്ചിട്ട് ഇയാൾ മലക്കുൽ മൗത്തിനോട് പറഞ്ഞു പോലും, കണ്ടില്ലേ മലക്കുൽ മൗത്തേ, ഈ കുട്ടികൾ എന്റെ പിന്നാലെ നടക്കുകയാണ്, ഈ കുട്ടികൾ എന്റെ പിന്നാലെ നടന്നിങ്ങനെ പരിഹസിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പൊ പിടിക്കണം അവരെ. ഈ 50 ആളെയും നീ ഇപ്പൊ പിടിച്ചു മരിപ്പിച്ചിട്ടില്ലെങ്കിൽ മലക്കുകളുടെ രജിസ്ട്രേഷൻ പട്ടികയിൽ നിന്ന് നിന്നെ ഞാൻ ഡിസ്മിസ് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഉടനെ പേടിച്ചിട്ട് 50 കുട്ടികളുടെയും റൂഹ് മലക്കുൽ മൗത്ത് പിടിച്ചപ്പോ ഫാസ്ബഹു മൗതാ അജ്മഈൻ, 50 കുട്ടികളും ആ സ്പോട്ടിൽ തന്നെ മയ്യത്തായി വീഴുന്നു. മുസ്ലിയാക്കളോട് നിങ്ങൾ ചോദിക്കണം, വാദപ്രതിവാദത്തിനും മുഖാമുഖത്തിനൊക്കെ വെല്ലുവിളിക്കുന്ന മുസ്ലിയാക്കന്മാരില്ലേ, ഒരാവശ്യമില്ലാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളിലെ ചോദിക്ക് നിങ്ങൾ അവരോട്, നിങ്ങളുടെ കിതാബിൽ ഇങ്ങനെ ഉണ്ടോ, അങ്ങനെ ഉണ്ടോ? എന്നാ ഞങ്ങളത് വിശ്വസിക്കൂല, ഞങ്ങൾ സലഫികളാണ്. ധൈര്യമായി പറഞ്ഞോ. എന്താ സലഫി എന്ന് പറഞ്ഞാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ദീന് പഠിപ്പിച്ചു കൊടുത്ത സ്വഹാബത്ത് എങ്ങനെയാണോ വിശ്വസിച്ചത്, അങ്ങനെ വിശ്വസിക്കുന്നവർ. താബിഈങ്ങൾ എങ്ങനെ വിശ്വസിച്ചോ, ഏതെങ്കിലും ഒരു സ്വഹാബി ഏതെങ്കിലും ഒരു നബിയെ കുറിച്ചോ വലിയനെ കുറിച്ചോ അവർക്ക് 40-ലേറെ തടിയുണ്ട് എന്ന് വിശ്വസിച്ചിട്ടുണ്ടോ, 1-ലേറെ തടിയുണ്ടെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? അവർ നിസ്കരിക്കുന്നത് കാണൂലെങ്കിലും അവരുടെ വേറെ തടി ഇബാദത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? മലക്കുൽ മൗത്തിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ഔലിയാക്കളിൽ സഹാബത്ത് വിശ്വസിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ഖബർ കെട്ടിപ്പടുത്ത സഹാബത്തുണ്ടോ? അവിടെ വിളക്ക് കൊളുത്തിയ സഹാബത്തുണ്ടോ? ഏത് ഖബറിൽ പോയിട്ടാണ്, ഏത് മഖ്ബറയിൽ പോയിട്ടാണ് ഏത് സ്വഹാബിയാണ് ഉറൂസ് കഴിച്ചത്, ഏത് സ്വഹാബിയാണ് ദർഗ കെട്ടിയത്, ഏത് സ്വഹാബിയാണ് ഖബർ മുത്തിയത്, ഏത് സ്വഹാബിയാണ് അതിന്മേൽ വിളക്ക് കൊളുത്തിയത്? കിട്ടൂല. ഖിയാമത്ത് നാൾ വരെ ചോദിച്ചോ, ഉത്തരം കിട്ടൂല. ഇതാ നിങ്ങൾ ചിന്തിക്കണം എന്ന് പറയുന്നത് മുജാഹിദുകൾ, സലഫികൾ ഇതാ ജനങ്ങളോട് പറയുന്നത്. നമ്മൾ എന്തിനാ ഒരു സ്ഥലത്ത് പള്ളി വേറെ ഉണ്ടാക്കുന്നത്? എന്തിനാണ് സലഫികൾ ഒരു പള്ളി ഉണ്ടാക്കുന്നത്? ആ സ്ഥലത്ത് ഭിന്നിപ്പുണ്ടാക്കാനാണോ? അല്ല, കുഴപ്പങ്ങൾ ഇല്ലാതാക്കാനാണ്. കാരണം മുത്ത് മുസ്തഫയോട് സ്നേഹമുണ്ട്. മുത്ത് മുസ്തഫയുടെ പള്ളിയിൽ വന്ന ആർക്കെങ്കിലും വെള്ളിയാഴ്ച അവിടുന്ന് മിമ്പറിൽ വെച്ച് നടത്തിയ ഉപദേശം മനസ്സിലാകാതെ ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ടോ? ആരെയാ നമ്മൾ സ്നേഹിക്കേണ്ടത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ വെച്ച് നടത്തിയ ഏതെങ്കിലും ഒരു ഖുതുബ ആ പള്ളിയിൽ വന്ന സഹാബത്തിന് മനസ്സിലാകാതെ ഇറങ്ങിപ്പോയിട്ടുണ്ടോ? അതാ സലഫികൾ പറയുന്നത്. ഏത് ഭാഷ എന്നതല്ല, ആ പള്ളിയിൽ വരുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവർക്കാവശ്യമായ ദീനിന്റെ കാര്യങ്ങൾ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും അധ്യാപകന്മാര് അധ്യാപനം നിർത്തിവെക്കണം, കച്ചവടക്കാര് കച്ചവടം ഒഴിവാക്കണം, വിദ്യാർത്ഥികൾ പഠിപ്പ് നിർത്തണം, ജോലിക്കാര് ജോലി നിർത്തിവെക്കണം. എന്നിട്ട് പള്ളിയിൽ അവർ ആഴ്ചയിൽ ഒരു ദിവസം ഒരുമിച്ചുകൂടൽ നിർബന്ധമാണ്. സ്ത്രീകൾക്കും വരാൻ കഴിഞ്ഞാൽ നല്ലത്, എന്നാൽ പുരുഷന്മാരെ പോലെ നിർബന്ധമില്ല. അവർക്കും വന്നാൽ അത് മതി, പിന്നെ അന്ന് ളുഹർ വേറെ നിസ്കരിക്കേണ്ടതില്ല. അങ്ങനെ അവരും വരട്ടെ. എന്നിട്ടതാ ഇമാം മിമ്പറിൽ കയറിയിട്ട് ജനങ്ങളോട് അവർക്കാവശ്യമായ ദീനിന്റെ കാര്യങ്ങൾ ആഴ്ചതോറും പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ പഠിപ്പിച്ചു കൊടുക്കുന്ന നേരത്ത് ഒരക്ഷരം പോലും മിണ്ടാതെ ശ്രദ്ധിച്ച് ആ പ്രസംഗം ശ്രവിക്കണം, ആ ഖുതുബ കേൾക്കണം. അതായിരുന്നു മുത്ത് മുസ്തഫയുടെ ഉപദേശം, അതായിരുന്നു മുത്ത് മുസ്തഫയുടെ ഖുതുബയുടെ രീതി. അതിനെ പിൻപറ്റുന്നു സലഫികൾ. എന്നാൽ ഞങ്ങളാണ് യഥാർത്ഥ സലഫികളെന്നും ഞങ്ങളാണ് അഹ്ലുസുന്ന എന്നും പറയുന്ന കമ്പനിയുടെ പള്ളിയിലേക്ക് കയറിയാലോ താഴെയും മുകളിലുമൊക്കെ സിനിമാ കഥ പറയുകയാണ്, ഉറക്കം തൂങ്ങുകയാണ്, മറ്റു വർത്തമാനം പറയുകയാണ്. കാരണം ഖത്തീബ് ഒരു ഏട് നിവർത്തിയിട്ട് ഇങ്ങനെ എന്തോ ഒച്ച
ഒച്ചയുണ്ടാക്കുന്നുണ്ട്, പറയുന്നുണ്ട്. കേട്ടവർക്കൊന്നും മനസ്സിലായില്ല, പറഞ്ഞ ഓതിയ മുസ്ലിയാർക്കും മനസ്സിലായില്ല. ജുമാ പിരിഞ്ഞു മടങ്ങിപ്പോകുമ്പോ എന്തേ ഇന്നത്തെ ഖുത്ബയിൽ നിങ്ങൾ പഠിച്ചതെന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടിയില്ല, നല്ല ഒച്ചുള്ള ഉസ്താദായിരുന്നു എന്ന് പറയും. വേറെന്തോ കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. ഇതാ മുത്തുനബിയുടെ പള്ളിയിലെ ജുമാ അല്ല. ഹബീബിന് സ്നേഹമുണ്ടോ? ജുമാ ഖുത്ബ ജനങ്ങൾക്ക് മനസ്സിലാകണം. അതുപോലെ ഈ പള്ളിയിലതാ ഞാൻ നമ്മുടെ ഈ തൊട്ടടുത്ത് ഈ തലയുയർത്തി നിൽക്കുന്ന നമ്മുടെ ഈ സുണ്ടിക്കൊപ്പയിലുള്ള ഈ മുജാഹിദി സലഫി മസ്ജിദ്, അതെ ഇവിടെ ആഴ്ചതോറും ജനങ്ങൾക്കതാ ദീന് പഠിപ്പിച്ചു കൊടുക്കുന്നു. മിമ്പറിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് ഖുർആൻ ഓതിയിട്ട് ദീന് പഠിപ്പിച്ചു കൊടുത്തിരുന്നു മിമ്പറിൽ വെച്ച്. അതെ, അതുപോലെ തന്നെ ഹബീബിന്റെ പള്ളിയിൽ അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ വഖത്തിനും പെണ്ണുങ്ങൾ വരാറുണ്ട്. അവിടുന്ന് വരരുതെന്ന് പറഞ്ഞ് നിഷിദ്ധമാക്കിയിട്ടില്ല, പാടില്ല, നിങ്ങൾക്ക് ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയും സ്ത്രീകൾക്ക് സമയമുള്ളപ്പോൾ നിസ്കാരത്തിന് വരാം, ജുമാക്ക് പങ്കെടുക്കാം, അവരും ഉപദേശങ്ങൾ കേൾക്കട്ടെ. അവർക്കും സംവിധാനമുണ്ട്. ലോകത്ത് പ്രത്യേകതയുള്ള 3 പള്ളികളാണ് ലോകത്തുള്ളത്. ഒന്ന് മസ്ജിദുൽ ഹറാം മക്കത്തെ പള്ളി, 2 മസ്ജിദുൻ നബവി മദീനത്തെ പള്ളി, 3-ാമത്തെ പള്ളി ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സ. 3 പള്ളിയിലും അന്ന് മുതൽ ഇന്ന് വരെ പെണ്ണുങ്ങൾ വരുന്നുണ്ട്. ഇതാ സലഫികൾ പറയുന്നത്, സൗകര്യമുള്ള ഒരു പൊയ്ക്കോട്ടെ, നിങ്ങൾ പാടില്ല എന്ന് പറയില്ലേ? കള്ളു കുടിക്കും പോലെ ഹറാമാണ്, പെണ്ണ് പള്ളിയിൽ പോകാൻ പാടില്ല, മൗലൈമാർക്ക് പെണ്ണുങ്ങളെ വളകിലിക്കം കേട്ടാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനാ ഈ സലഫികളെ തെറി പറയുന്നത്, പരിഹസിക്കുന്നത്? അള്ളാന്റെ ഹബീബിനോട് സ്നേഹമുണ്ടോ? ഹബീബ് കൊടുത്ത അനുവാദപ്രകാരമാണ് ഞങ്ങൾ സലഫികൾ പള്ളിയിലേക്ക് പെണ്ണുങ്ങൾക്ക് അനുവാദം കൊടുക്കുന്നത്. എന്നാൽ അവരെ നിർബന്ധിച്ച് പോടി പള്ളിയിൽ എന്ന് പറഞ്ഞ് അടിച്ചു കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല. സൗകര്യം ഉണ്ടെങ്കിൽ പോട്ടെ. അവർക്ക് പല പ്രശ്നങ്ങളുണ്ടാകും, പോകാൻ പറ്റാത്ത ഘട്ടമുണ്ടാകും, പോണ്ട. അവർക്ക് സൗകര്യങ്ങളാണ്, തിരക്കില്ല. തിരക്കാണോ ബുദ്ധിമുട്ടാണോ? പോണ്ട. സൗകര്യമുണ്ടോ? പോകട്ടെ, കേൾക്കട്ടെ, പഠിക്കട്ടെ. ഇതൊക്കെ നിഷിദ്ധമാക്കുന്ന കമ്പനി ജാറത്തിലേക്ക് പറഞ്ഞു വിടുന്നു. ടൂറിസ്റ്റ് ബസ്സുകൾ സംഘടിപ്പിച്ച് കേരളം മുഴുവനും കർണാടക മുഴുവനും ഇന്ത്യ രാജ്യം മുഴുവനും മുസ്ലിയാക്കന്മാര് ഉസ്താദുമാര് അമീറുമാരായിക്കൊണ്ട് സിയാറത്ത് ടൂർ സംഘടിപ്പിച്ച് സർവ്വദർഗകളിലും ഇങ്ങനെ കയറി ഞരങ്ങി നടക്കുന്നു. അതേ അവസരത്തിൽ അള്ളാന്റെ പള്ളിയിലേക്ക് ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ട് പെണ്ണ് വന്നാൽ ഹറാം 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 എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഏത് നബിയിലാ വിശ്വാസം? ഏത് പ്രവാചകനോടാണ് നിങ്ങൾക്ക് സ്നേഹം? ആലോചിക്കും സുഹൃത്തുക്കളെ, ആലോചിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളിയിൽ അവിടുന്ന് സുബഹിക്ക് കുനൂത്തോതാത്തത് കൊണ്ട് ഞങ്ങൾ കുനൂത്തോതുന്നില്ല. അള്ളാന്റെ റസൂല് സ്ഥിരമായി സുബഹിക്ക് കുനൂത്തോതിയിട്ടില്ല. അതുകൊണ്ട് ഈ പള്ളിയിലും സുബഹിക്ക് കുനൂത്ത് ഓതാറില്ല. അവിടുന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് തിരിഞ്ഞിരുന്ന് കൂട്ടമായി പ്രാർത്ഥിക്കുകയും സഹാബിമാര് ആമീൻ പറയുകയും ചെയ്ത ഒരു സമ്പ്രദായം പ്രമാണത്തിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ലാത്തത് കൊണ്ട് ഈ പള്ളിയിലും നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ കാര്യമതാ ദിക്റുകളും ചൊല്ലി ദുആയിരുന്നു പിരിഞ്ഞു പോകുന്നു. കൂട്ടപ്രാർത്ഥന നടത്താറില്ല. അത്രേ ഉള്ളൂ സുഹൃത്തുക്കളെ. ഇതിലെന്താ പ്രശ്നം? അങ്ങോട്ട് പോയിക്കൂടാ, കേൾക്കരുത്, കാണരുത്. കാരണം എന്താ? നിങ്ങൾ മരിച്ചാൽ കുഴിച്ചിട്ട് പോരുന്ന കമ്പനിയാണ്. പിന്നെ അതാണ് പറയാ, ജനങ്ങളെ വിറപ്പിക്കാണ്, ജനങ്ങളോട് പറയാണ്, ജനങ്ങളെ കേട്ടുപോകരുത്, പോയി പോകരുത്. സലഫികൾ എന്ന് പറഞ്ഞ ഉമ്മാ നിങ്ങൾ മരിച്ചാൽ പള്ളിക്കാട്ട് കൊണ്ടുപോയി കുഴിച്ചിട്ട് കയ്യും തട്ടിയും തിരിച്ചു പോരും. പാപ്പാ നിങ്ങളെ കുഴിച്ചിട്ട് തിരിച്ചു പോരുന്ന കമ്പനിയാണ്, നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? പിന്നെ ഇവര് ഭയങ്കരം തന്നെയാണല്ലോ. എന്തൊരു നുണയാണ് ഈ പറയുന്നത്, എന്തൊരു കളവ. മരിച്ചവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്താൽ കാര്യമുണ്ടോ അതൊക്കെ ചെയ്യണം എന്ന് പറയുകയും ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന വിഭാഗമുണ്ടെങ്കിൽ അത് സലഫികൾ മാത്രമാണ്. എന്തേ കാരണം? ആലോചിച്ചോ. മരിച്ചോടത്ത് മാത്രമല്ല, ഒരു രോഗിയുടെ സമീപത്ത് ചെന്നാൽ വരെ ഞങ്ങൾ എന്തു ചെയ്യും? അള്ളാന്റെ റസൂല് പറഞ്ഞതുപോലെ ആ രോഗിയുടെ ശരീരത്തിൽ കൈവക്കൽ അനുവദനീയമായ രോഗിയാണെങ്കിൽ കൈവച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. اللهم رب الناس اذهب البأس اشفي انت الشافي لا شفاء الا شفاؤك شفاء لا يغادر سقما. അർത്ഥം വിശദീകരിക്കുന്നില്ല, ഞാൻ ചുരുക്കി പറയാ. അല്ലാഹുവേ നീ രോഗിക്ക് ശിഫ നൽകണേ. പ്രാർത്ഥിക്കും. അദ്ദേഹത്തിന് ശരീരമൊക്കെ തടവി കൊടുത്ത് പ്രാർത്ഥിക്കും. മഹാനായ അല്ലാഹുവിനോട്, അർശിന്റെ ഉടമയായ റബ്ബിനോട് ഞാനിതാ താങ്കൾക്ക് വേണ്ടി ചോദിക്കുന്നു, താങ്കൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. 7 തവണ പറയും. തീർന്നില്ല.
സ്വന്തം വേദന വന്നാൽ സലഫികൾ എന്താ പഠിപ്പിക്കുന്നത്? സ്വന്തം വേദന വന്നാൽ സലഫികൾ മന്ത്രമില്ലാത്തവരല്ല, സലഫികൾ ദിക്റില്ലാത്തവരല്ല, സലഫികൾ ദുആയിരക്കാത്തവരല്ല. പക്ഷേ ഞങ്ങൾ കള്ള ദിക്റ് ചൊല്ലൂല, കള്ളമന്ത്രങ്ങൾ ദുർമന്ത്രങ്ങൾ നടത്തൂല, ഞങ്ങൾ ഹോമം കത്തിക്കുകയില്ല, ഞങ്ങൾ ഉറുക്ക് കെട്ടൂല, ചരട് കെട്ടൂല, അതുപോലെ തന്നെ ആ രൂപത്തിൽ തകിട് തൂക്കുകയില്ല. കാരണം ഇസ്ലാമിൽ അതൊക്കെ ശിർക്കാണ്. ചരട് കെട്ടിക്കൂടാ, ഐക്കല്ല് കെട്ടാൻ പാടില്ല, ഉറുക്ക് പാടില്ല. അതുപോലെ തന്നെ വീടിന്റെ കാവലിന് വേണ്ടി നാലുഭാഗവും ഇങ്ങനെ തകിടുകൾ തൂക്കൂല. ഷോപ്പിൽ ഞങ്ങൾ തകിടുകളിൽ പലതും എഴുതിയിട്ട് ഫ്രെയിം ചെയ്ത് വെക്കൂല. മറിച്ച് ഞങ്ങൾ തവക്കുലാക്കും റബ്ബിൽ, ഞങ്ങൾ തവക്കുലാക്കും. അല്ലാഹുവേ, രോഗം വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേദനയുണ്ടോ? വേദനയുള്ള ഭാഗത്ത് നീ കൈവച്ചിട്ട് ബിസ്മില്ലാഹ് എന്ന 3 തവണ പറഞ്ഞോ. 3 തവണ എല്ലാവരും പഠിച്ചോളി. സലഫികൾക്ക് പറയാനുള്ളതാ, ഹബീബ് പറഞ്ഞതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 തവണ ബിസ്മില്ല പറഞ്ഞിട്ട് അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു, ഞാൻ പേടിക്കുകയും ഭയപ്പെടുകയും ഞാൻ ഇങ്ങനെ വല്ലാതെ ബേജാറാവുകയും ചെയ്യുന്ന എല്ലാത്തരം വിഷമങ്ങളിൽ നിന്നും ഞാൻ മഹാനായ അല്ലാഹുവിനോട് ഞാനിതാ കാവൽ ചോദിക്കുന്നു എന്ന് 7 തവണ നീ പറഞ്ഞോ. അതേ അവസരത്തിൽ അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഈ ഉറുക്ക് കെട്ടിക്കോ, ഈ ചരട് മന്ത്രിച്ചോ, ഈ ഐക്കല്ല് കെട്ടിക്കോ. നിന്റെ വീട്ടിൽ പണപ്പെട്ടിയിൽ കൊണ്ടുപോയിട്ട് ഈ ഐക്കല്ല് വെച്ചോന്നാ പണം ഇങ്ങനെ വരും. നിന്റെ സൂപ്പർ മാർക്കറ്റിൽ നീ ഇത് തൂക്കിയിട്ടോ, വീടിന്റെ കാവലിന് വേണ്ടിയിട്ട് നീ കുപ്പി തൂക്കിക്കോ. ഇതൊക്കെ നബിതങ്ങൾ പറഞ്ഞോ? കരിങ്കണ്ണ നോക്ക് എന്ന് എഴുതിക്കോ എന്ന് പറഞ്ഞോ? കുട്ടിക്ക് കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി കുട്ടിയുടെ കവളത്തൊരു കറുത്ത പുള്ളിയിട്ടോ എന്ന് പറഞ്ഞോ? നിന്റെ കായക്കറിത്തോട്ടത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു പെണ്ണിന്റെ കോലത്തിൽ ഒരു കോലം നാട്ടിയിട്ട് കരിങ്കണ്ണ നോക്ക് എന്ന് നാട്ടിവെക്കാൻ പറഞ്ഞോ? ഇല്ല. അവിടെയൊക്കെ ഇസ്ലാം പറഞ്ഞ ദിക്റുകളുണ്ട്, ദുആകളുണ്ട്, മന്ത്രങ്ങളുണ്ട്. അപ്പൊ രോഗിയുടെ കാര്യത്തിൽ വരെ അള്ളാന്റെ റസൂല് എന്താണോ പഠിപ്പിച്ചതെങ്കിൽ അത് ചെയ്യുന്നവരാണ് മുജാഹിദുകൾ, സലഫികൾ. ഇനി മരിച്ചാലോ? ഒരു ജനാസ പോയി കാണുമ്പോ ആ ജനാസയുടെ സമീപത്തുനിന്ന് മുഖത്തിട്ട തുണി ഇങ്ങനെ നീക്കിയിട്ട് ആ ജനാസയിലേക്ക് ഒരു നോട്ടം നോക്കിയിട്ട് നെടുവീർപ്പിട്ട് ഇറങ്ങിപ്പോരേണ്ടവരല്ല മുസ്ലിമീങ്ങൾ. മറിച്ച് എന്ത് ചെയ്യണം? ആ ജനാസയുടെ സമീപത്ത് നിന്നുകൊണ്ട് ജനാസക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സലമത്ത് റളിയല്ലാഹു അൻഹു വഫാത്തായി കിടക്കുമ്പോ അവിടെ പോയിട്ട് അല്ലാഹുവിന്റെ റസൂൽ അബൂ സലമക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫുഹു ഫീ അഖ്ബിഹി ഫിൽ ഗാബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വനവ്വിർ ലഹു ഫീ. വിശദീകരിക്കാൻ ഒരുപാട് സമയം വേണം സുഹൃത്തുക്കളെ. എന്താ പറഞ്ഞതിന്റെ ചുരുക്കം? അല്ലാഹുവേ, ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ. പേര് പറഞ്ഞിട്ട് ആ പേര് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണം. നമ്മളൊക്കെ പഠിക്കണം ഇത്, നമ്മളൊക്കെ ഇത് ചെയ്യണം. കാരണം നമ്മൾ ആ ജനാസക്കരികിൽ നിന്ന് ദുആ ചെയ്യുമ്പോൾ മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്, മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. ഈ കാര്യമുള്ള സംഗതിയൊക്കെ സലഫികൾ ചെയ്യണം എന്നാ പറയുന്നത്. അതേ അവസരത്തിൽ അവിടെ വെച്ച് ഖുർആൻ ഓതാൻ പറഞ്ഞോ? അവിടെ വെച്ച് യാസീൻ ഓദിക്കോ എന്ന് പറഞ്ഞോ? അതിന്റെ കൂലി കൊടുക്കുക എന്ന് പറഞ്ഞ് പാർസൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞോ? ഇല്ല, അത് പറഞ്ഞിട്ടില്ല. അത് പറയാത്തത് കൊണ്ട് സലഫികൾ ചെയ്യൂല. പക്ഷേ ഹുസൈൻ സലഫി എന്ന് പറയുന്ന എൻ്റെ പേരിൽ ഒരു ആരോപണം പലരും പറഞ്ഞു നടക്കുന്നുണ്ട്, ഒരു കള്ളത്തരം. എന്താണെന്നറിയോ? ഹുസൈൻ സലഫി, നിങ്ങളുടെ നേതാവ് ഹുസൈൻ സലഫി പറഞ്ഞിട്ടുണ്ട്, മരിച്ചയിടത്ത് ഖുർആൻ ഓതണം, മരിച്ചയിടത്ത് യാസീൻ ഓതണം. കണ്ടോ കണ്ടോ, ഇതാ ക്ലിപ്പ്, ഇതാ ക്ലിപ്പ്, ഇതാ ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ ഒരു പ്രസംഗത്തിൽ നിന്ന് 3 സ്ഥലത്ത് കത്രിക വെച്ച് മുറിച്ചിട്ട് ഏച്ചൂട്ടിയിട്ട് കള്ള ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞത് നടുക്കെന്ന് കുറേ അകറ്റി മാറ്റിയിട്ട് എൻ്റെ പേരിൽ ഒരു നുണ. ഞാൻ ആ മുറിച്ച ഭാഗങ്ങളിലൊക്കെ ഞാൻ പറയുന്നെന്താ? ഓതരുത്, ഓതാനല്ല പറഞ്ഞത്, മറിച്ച് ഇങ്ങനെ ചെയ്യാനാ പറഞ്ഞത്. അവിടെ ഖുർആൻ ഓതാൻ പറഞ്ഞിട്ടില്ല, യാസീൻ ഓതാൻ പറഞ്ഞിട്ടില്ല എന്നാ ഞാൻ പറയാൻ. ആ ഭാഗമൊക്കെ മുറിച്ചു. എന്നിട്ട് ഇങ്ങനെ നിങ്ങൾ അവിടെ നല്ലത് പറയണേ, നല്ലത് ഖുർആനാണ്, അപ്പൊ ഖുർആൻ ഓതണം എന്നാ മൗലവി പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകളെ പറ്റിക്കുന്നുണ്ട്. അതൊക്കെ വാട്സപ്പിൽ സലഫികളുടെയൊക്കെ കയ്യിൽ എന്താണ് ആ പ്രസംഗത്തിൽ നമ്മൾ പറഞ്ഞത് എന്നുള്ള യഥാർത്ഥ രൂപമൊക്കെ എല്ലാവരും കയ്യിലുണ്ട്. ആരുടെയെങ്കിലും കൈകളിൽ വാട്സപ്പിൽ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തെറ്റിദ്ധരിച്ച പാവങ്ങൾ ഉണ്ടാകും. അവർക്കൊക്കെ നിങ്ങൾ ഉടനെ ഫോർവേഡ് ചെയ്യണം, സെൻഡ് ചെയ്ത് കൊടുക്കണം. ഷാർജയിൽ വെച്ച് 1 മണിക്കൂർ നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെ 3 സ്ഥലത്ത് കട്ട് ചെയ്തിട്ടാണ് 1.5 മിനിറ്റ് ക്ലിപ്പ് ഉണ്ടാക്കിയത്. മനസ്സിലായി, ആലോചിച്ച് നോക്കണം. അതിലെന്താ പറയുന്നത്? അപ്പുറപ്പുറം മുറിച്ചു. തനിച്ച ജൂതന്റെ പരിപാടി.
ജൂതനൊരു പരിപാടിന്റെ എന്താ അറിയാ? ഖുർആനിൽ ജൂതൻ പറയണ് ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറാ. ഖുർആനിലുള്ള ആയത്താ. യഹൂദി നസ്രാനിയും പറയണത് സ്വർഗത്തിൽ പ്രവേശിക്കൂല ജൂതനായാലല്ലാതെ നസ്രാനിയായാലല്ലാതെ. ഖുർആനിൽ ആയത്തുണ്ട് എന്ന് ജൂതനും നസ്രാനിയും പറഞ്ഞു നടക്കുക. നിങ്ങളെ ഖുർആനിലുണ്ട്, എടുത്തു നോക്ക്. നിങ്ങളെ ഖുർആനിൽ നിങ്ങൾ അല്ലേ പറയുന്നത്? എന്ത് യഹൂദി ആയിക്കോ സ്വർഗമുണ്ട്, നസ്രാനി ആയിക്കോ സ്വർഗമുണ്ട്. ആഹാ, അങ്ങനെ ഉണ്ടോ? പലരും മൂക്കത്ത് വിരൽ വെച്ചു. അങ്ങനെ ഉണ്ടോ? ഏതാ ആയത്ത്? ഏതാ എന്ന ആയത്ത്? ഇന്ന നമ്പർ എന്ന സൂറത്ത്. പരിശോധിച്ചു നോക്കുമ്പോ എന്താ? ജൂതൻ കട്ട് ചെയ്തിട്ടുണ്ട്. അവ ആദ്യവും കട്ടിക്കണ്, അവസാനവും കെട്ടണ്. എന്താ ആദ്യത്തിൽ? വഖാലൂ ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറാ. അവസാനവും കട്ടു. അതെന്താ? തിൽക അമാനിയുഹും ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സാദിഖീൻ. വഖാലൂ, അവര് പറയുന്നു, അല്ലാഹ് പറയണേ, അവര് പറയുന്നു. ആര്? യഹൂദിയും നസ്രാനിയും ഒക്കെ പറയുന്നു. എന്താ പറയുന്നത്? ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറാ. യഹൂദിയും നസ്രാനിയുമായാലല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കൂല. അതിന്റെ അവസാനം എന്താ? തിൽക അമാനിയുഹും, അത് അവരുടെ പൂതി മാത്രമാണ്. അല്ലാഹ് പറയുന്നു, അത് അവരുടെ പൂതി മാത്രമാണ്. ഖുൽ ഹാതു ബുർഹാനകും, നബിയെ പറയൂ അവരോട്, കൊണ്ടുവാടാ നിങ്ങളുടെ തെളിവ്. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ കൊണ്ടുവാടോ ഇതിനുള്ള തെളിവ്. അതൊക്കെ മുറിച്ചിട്ട് താലിയും വാലും മത്തി നന്നാക്കും പോലെയാണ് നായത്ത് നന്നാക്കി. താലിയും കട്ടിയത്, വാലിയും കട്ടിയത്. ഒരു നടുക്കണ്ടങ്ങട്ട് പറഞ്ഞിട്ട് പറഞ്ഞു, കണ്ടോ, മര്യാദക്ക് യഹൂദി ആയിക്കോ നസ്രാനി ആയിക്കോ അല്ല മുസ്ലിമായിട്ടൊന്നും കാര്യമില്ല, സ്വർഗത്ത് കയറൂല. ഖുറാനിലുണ്ട്. ഖുറാനിലെ അള്ള പറഞ്ഞിട്ടുണ്ട്. എന്താ അള്ള പറഞ്ഞത്? ആദ്യം കേട്ടോ, ഇതേ തനിച്ച യഹൂദിയുടെ സംസ്കാരം ചില മുസ്ലിയാക്കന്മാര് ചെയ്തു. അവർ ഈ ഉള്ളവന്റെ പ്രസംഗം അള്ളാന്റെ ഖുർആനിൽ തിരിമറി നടത്തുന്ന കമ്പനിക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം പറയുന്ന കമ്പനിക്ക്, അള്ളാന്റെ റസൂലിന്റെ മുടിയാണെന്ന് പറഞ്ഞ് ബോംബെയിലെ തെരുവിലെ ഏതോ ഒരു പെണ്ണിന്റെ നീളമുള്ള മുടിക്കെട്ടും കൊണ്ടുവന്ന് തങ്ങളുടേതായ മർക്കസിൽ വെച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് ആ വെള്ളം കൊടുത്തിട്ട് സമൂഹത്തെ മയക്കിക്കിടത്തിയ കമ്പനിക്ക് സാധുവായ എന്റെ പേരിൽ നുണ പറയാൻ വല്ല മടിയുമുണ്ടാകുമോ? ചിന്തിക്ക്, ആലോചിക്ക്. ഇങ്ങനെ കളവ് പറഞ്ഞിട്ട് എത്ര കാലം മുന്നോട്ട് പോകും? അതുകൊണ്ട് സത്യം പറയാം. നമ്മുടെയൊക്കെ വീടുകളിൽ ഇസ്ലാമിന്റെ സംസ്കാരം ഉണ്ടാകട്ടെ. ഹബീബിനെ സ്നേഹിക്ക്. മുത്തുമുസ്തഫ പറഞ്ഞതുപോലെയുള്ള വീടുകളാവട്ടെ. അവിടെ ദിക്റുകൾ വേണം, ഖുർആനോത്ത് വേണം. അവിടെ സിനിമ വേണ്ട, അവിടെ സീരിയലുകൾ വേണ്ട, അവിടെ ശൈത്താന്റെ സംഗീതം വേണ്ട. അവിടെ 5 നേരത്തെ നിസ്കാരം ആ വീട്ടിലുള്ള മുഴുവൻ മെമ്പർമാരും നടത്തണം. പള്ളിയിലേക്ക് പോയി അവർ നിസ്കരിക്കട്ടെ. അല്ലാഹു തആല വരൂ, വിജയത്തിലേക്ക് വരൂ. ഹയ്യ അലസ്സലാഹ്, വിജയത്തിൽ നിസ്കാരത്തിന് വരൂ. ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ. സുബഹിക്ക് വരെ വിളിച്ചു പറയുന്നു. സുബഹിക്ക് എന്താ പറയുന്നത്? ഉറങ്ങല്ല ജനങ്ങളെ, ഉറക്കിനേക്കാൾ ഉത്തമമാണ് നിസ്കാരം, വരൂ എന്ന് വിളിക്കുമ്പോ കേൾക്കാത്ത മട്ടിൽ വീട്ടിലങ്ങനെ മൂടിപ്പുതച്ച് ഉറങ്ങല്ലേ. പോണം, പള്ളിയിലേക്ക് പോണം. പക്ഷേ അള്ള പറഞ്ഞാൽ കേൾക്കൂല. നമ്മൾ ആൾക്കാർക്കുള്ള ഒരു അസുഖം നോക്കണം. അള്ള പറഞ്ഞാൽ കേൾക്കൂല. അള്ള വിളിച്ചയിടത്ത് പറഞ്ഞാൽ ചെല്ലൂല, അനുസരിക്കൂല. അയാളും മടിയാണ്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കൂല, പള്ളിയിലേക്ക് നടക്കൂല, പോകൂല. അതേ ചങ്ങാതിയതാ 10 മണിക്ക് ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ പറഞ്ഞു, ചില സംശയങ്ങളുണ്ട്, നിങ്ങളുടെ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യണം. ബ്ലഡ് ചെക്ക് ചെയ്തു, റിസൾട്ട് വന്നു. കൊളസ്ട്രോൾ കുറച്ച് കൂടുതലുണ്ട്, ഷുഗർ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് മരുന്നൊക്കെ കഴിക്കാൻ തരാം. പക്ഷേ അതിൻ്റെ മുമ്പ് രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ച് ഓടണം, കുറെ നടക്കണം, കുറച്ച് വളയണം, തിരിയണം, ചാടണം. ഖദീജക്കുട്ടിയും നബീസക്കുട്ടിയും അഹമ്മദും അബൂബക്കറും ഒക്കെ രാവിലെ ഓടാൻ തുടങ്ങി. എണീറ്റ് ഓട്ടം തന്നെ. റോട്ടിൽ കൂടെ പോകാൻ വയ്യ, പുലർകാലത്തൊന്നും വണ്ടി ഓടിച്ചു പോകാൻ വയ്യ. ആണും പെണ്ണും, പെണ്ണുങ്ങളും മാക്സിയൊക്കെ ഇട്ട് നടക്കന്നെ, ആണുങ്ങളും നടക്കന്നെയാണ്. എന്താ, എത്ര കിലോമീറ്ററാ നടക്കുന്നത്? രാവിലെ എഴുന്നേറ്റ് അലാറം വെച്ച് നടക്കുകയാണ്, സ്പീഡിൽ നടക്കുകയാണ്. അടുക്കളയിൽ കയറുന്നതിന്റെ മുമ്പ് നടത്തം അവസാനിക്കണം, ഓടണം.
അതിനൊന്നും കഴിയില്ലെങ്കിൽ വീട്ടിലുള്ള പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഒരുക്കണം. വളരെ പ്രയാസപ്പെട്ടിരുന്നു സൈക്കിൾ ചവിട്ടണം, അതല്ലെങ്കിൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ നടക്കണം, മെഷീനിൽ നടക്കണം. അങ്ങനെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ അതൊക്കെ ചെയ്യുന്നു. ലിഫ്റ്റ് പൊക്കുന്നു, അടിച്ചു വാരുന്നു, പലതും ചെയ്യുന്നു. എന്താ കാരണം? ഡോക്ടർ പറഞ്ഞ വലിയ അനുസരണ. അല്ല പറഞ്ഞു വാടോ. ഡോക്ടർ പറഞ്ഞു ഒരു 50-60 കൊല്ലം ജീവിച്ചിരിക്കുന്ന കാലത്തെ സുഖത്തിന് വേണ്ടിയിട്ട് രാവിലെ നീറ്റ് ഓടും. അല്ല പറഞ്ഞു ഓടല്ലേ, ഈ രാവിലെ ഓടല്ലേ, വാങ്ങുയിക്കാമത്തൊന്ന് കേട്ട ഓടണ്ട, പതുക്കെ ഭക്തിയിൽ നടന്ന് ചെല്ല്, എൻ്റെ അടുത്തേക്ക് വാ, എന്നിട്ട് നിസ്കരിക്ക്, നിന്റെ പരലോകത്തെ ഫുഡ് ശരിയാവാൻ, പരലോകത്തെ അക്കമഡേഷൻ സ്വർഗം കിട്ടാൻ. അത് പറഞ്ഞപ്പോൾ ആർക്കും വേണ്ട, മൂടിപ്പതച്ച് കിടന്നുറങ്ങി. ഡോക്ടർ പറഞ്ഞപ്പോഴേക്ക് ഓടി, നടന്നു, ചാടി, വളഞ്ഞു, തിരിഞ്ഞു, എന്തൊക്കെ ചെയ്തു. ആരെയാ സ്നേഹം? അള്ളാനെയാണോ, അള്ളാന്റെ ഹബീബിനെയാണോ, അതോ ഈ ലോകത്തെ ജീവിതമാണോ? അതുകൊണ്ട് ചിന്തിക്കണം പ്രിയമുള്ളവരെ. സർവലോക പരിപാലകനായ റബ്ബ് നമുക്ക് കനിഞ്ഞരുളിയ ഇസ്ലാമാകുന്ന ദീനിന്റെ നിയമങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് സൃഷ്ടികളോട് പ്രാർത്ഥിക്കാതെ സൃഷ്ടാവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ആ സൃഷ്ടാവ് നമ്മിലേക്ക് അയച്ച മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിയമങ്ങളെ പഠിച്ച് അത് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് സ്വർഗത്തിലേക്ക് എത്തണേ. അതല്ലെങ്കിൽ നരകത്തിൽ വെച്ച് വിലപിക്കും. ഞങ്ങൾ ദുനിയാവിൽ വെച്ച് കേട്ടിരുന്നെങ്കിൽ, പഠിച്ചിരുന്നെങ്കിൽ, അല്ല പറഞ്ഞത് അനുസരിച്ചിരുന്നെങ്കിൽ, റസൂല് പറഞ്ഞത് അനുസരിച്ചിരുന്നെങ്കിൽ എന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. മരണത്തിന്റെ നേരത്ത് മടക്കമില്ല, ഖബറിൽ മടക്കമില്ല, പരലോകത്ത് മടക്കമില്ല. മടക്കമില്ലാത്ത ലോകത്തിലേക്കുള്ള യാത്രക്ക് വേണ്ടതൊക്കെ ഒരുക്കിയിട്ട് വേണേ. അതാണ് ബുദ്ധി. അതിനുവേണ്ടി തയ്യാറാകണമെന്ന് എന്നോടും നിങ്ങളോടും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള സമയങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് എന്താണ് സലഫികൾ ലോകത്തോട് പറയുന്നത്? സലഫികളുടെ എതിരാളികൾ പറയുന്നതല്ല നിങ്ങൾ കേൾക്കേണ്ടത്. സലഫികൾക്ക് പറയാനുള്ളത് സലഫികളാണ് പറയേണ്ടത്. അതുകൊണ്ടത് ശരിക്കും പഠിച്ച് മനസ്സിലാക്കി ചിന്തിച്ചുകൊണ്ട് അതേ ഈ പ്രദേശത്തിന്റെ കെടാവിളക്കായി നിലകൊള്ളുന്ന ഈ മസ്ജിദിലെ ജുമഅയിൽ പങ്കെടുത്ത്, ഇവിടെയുള്ള ജമാഅത്തിൽ പങ്കെടുത്ത്, ക്ലാസുകളിൽ പങ്കെടുത്ത് ഇസ്ലാം പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ട് മരണം നന്നാക്കാൻ ശ്രമിക്കണേ. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗികളാണ്, പ്രയാസത്തിൽ കിടക്കുന്നവരുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, പലരുമുണ്ട്. അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫ നൽകണമേ. അതുപോലെ തന്നെ രാജ്യമതാ മഴ കിട്ടാതെ വിഷമിക്കുകയാണ്. മഴ കിട്ടാതെ ലോകത്ത് പലയിടത്തും വരൾച്ച അനുഭവപ്പെടുകയാണ്, പ്രയാസം അനുഭവപ്പെടുകയാണ്, കുടിവെള്ളത്തിന് ക്ഷാമം അനുഭവപ്പെടുകയാണ്. അല്ലാഹുവേ പാപങ്ങൾ പെരുകുമ്പോഴാണ് മഴ കുറയുന്നത്. റബ്ബേ ഞങ്ങൾ നിന്നോട് പശ്ചാത്തപിച്ചു മടങ്ങുന്നു, നീ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസം മുഗീസാ, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസം മുഗീസാ, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസം മുഗീസാ. നമ്മൾ പാപമോചന പ്രാർത്ഥനകൾ അധികരിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനോട് മഴയ്ക്ക് വേണ്ടി ചോദിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അസുഖങ്ങൾ അല്ലാഹു ശിഫയാക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്കെല്ലാം മോചനം നൽകുമാറാകട്ടെ. ഈ പരിപാടി വമ്പിച്ച വിജയമായി ധാരാളക്കണക്കിന് ആളുകൾ ഇവിടെ സ്ഥലം തികയാത്ത നിലക്ക് തിങ്ങി നിറഞ്ഞ് ഈ പരിപാടി ശ്രവിക്കുവാൻ തൗഫീക്ക് നൽകിയ അല്ലാഹുവിനെ സ്തുതിക്കുക. നമുക്കാരോടും വെറുപ്പില്ല, ആരോടും വിദ്വേഷമില്ല, എല്ലാവരോടും സ്നേഹത്തോടു കൂടെയുള്ള ഈ ഉപദേശങ്ങൾ അവർ ശ്രവിക്കട്ടെ, അവരാലോചിക്കട്ടെ, അവർ കേൾക്കട്ടെ. അങ്ങനെ ഈ സത്യദീനിനെ കുറിച്ച് കൂടുതൽ കേൾക്കാനുള്ള അവസരങ്ങൾ ഇനിയും അല്ലാഹു നൽകുമാറാകട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി വല്ലാതെ അധ്വാനിച്ചവർ, പ്രയാസപ്പെട്ടവർ, കഷ്ടപ്പെട്ടവർ, ഉറക്കൊഴിച്ചവർ, കയറി ഇറങ്ങിയിട്ട് ഇതിന്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയവർ എല്ലാവർക്കും അല്ലാഹു അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. ഈ ശബ്ദത്തിന് കാതോർത്ത, ഇത് ശ്രവിച്ച സർവ്വ സഹോദരീ സഹോദരങ്ങൾക്കും അല്ലാഹു അവന്റെ യഥാർത്ഥമായ ദീനിനെ കുറിച്ച് മനസ്സിലാക്കുവാനുള്ള എല്ലാ തൗഫീക്കുകളും പ്രദാനം ചെയ്യുകയും ഈ ലോകത്ത് നിന്ന് യഥാർത്ഥ വിശ്വാസികളായി മരിച്ചു പോകുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.